എക്സ് ഗേൾ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമിച്ചിട്ടാണ് യു സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് പാർട്ണർ എത്തിയത്. യു കഴിഞ്ഞ ദിവസം ടണലിൽ നിന്ന് ലഭിച്ച ഒരു തുണിയുടെ ഭാഗം പാർട്ണറിന് നൽകിയില്ലായിരുന്നു. അതിന്റെ റിപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ പാർട്ണർ എത്തിയിരിക്കുന്നത്. സബ്വേയിൽ നിന്ന് മിസ്സായ ആരുടെയെങ്കിലും തുണിയുടെ ഭാഗമാണോ എന്നൊക്കെ അവർ ടെസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അതിൽ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് ആരുടെ തുണിയുടെ ഭാഗമാണ് എന്ന് അവർക്കറിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ടണലിലേക്ക് പോവാൻ തീരുമാനിക്കുന്നു. ടണലിനകത്ത് ഒരു ഗ്രില്ലിട്ട സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറാൻ യൂണിന് പേടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടെ പാർട്ണർ ഉള്ളത് കൊണ്ട് തന്നെ അവൾ ധൈര്യമായി തന്നെ അതിനകത്തേക്ക് കയറി. അങ്ങനെ അവർ അതിനകത്ത് കയറി കുറച്ച് മുന്നോട്ടേക്ക് നടന്ന സമയത്താണ് പൂട്ടിയ രീതിയിലുള്ള ഒരു ഡോർ അവര് കാണുന്നത്. അത് കണ്ട് അവര് ആകെപ്പാട് ഞെട്ടി. കാരണം അങ്ങനെ ഒരു റൂമിനെ കുറിച്ച് ആ ബ്ലൂ പ്രിന്റിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ആ സബ്വേ ഗോസ്റ്റ് ആ റൂമിന് അപ്പുറം തന്നെ ഉള്ളതായി നമ്മളെ കാണിക്കുന്നു. അടുത്തതായി സബ്വേ ഗോസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്ന പെൺകുട്ടിയുടെ ഫോട്ടോയും അവിടെയുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെയാണ് യുവും സിയുക്കും നേരത്തെ പോയി അന്വേഷിച്ചത്. അതായത് ഒരു പ്രോഗ്രാമിന് പോവാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്ന പെൺകുട്ടിയിലെ അവൾ തന്നെ. എന്നാൽ ഇപ്പോൾ ആ സബ്വേ ഗോസ്റ്റ് അവളുടെ ടിക്കറ്റ് എടുത്തു നോക്കുന്നതായി നമ്മളെ കാണിക്കുന്നു. സബ്വേ ഗോസ്റ്റ് അവളെ വിടാൻ ഒരു ഉദ്ദേശവും ഇല്ല. ഇനിയും മുന്നോട്ടേക്ക് പോവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പാർട്ണറും യുവും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ അടുത്ത ദിവസമാണ് കാണുന്നത്. ആരാണ് പോക്കറ്റ് അടിക്കാര് എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ഒരു ഫൂട്ടേജും ലഭിക്കുന്നത്. ആ ഫൂട്ടേജിലാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ഫയൽസ് അടിച്ചു മാറ്റിയ ആ 3 പേരില്ലേ അവരെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഈ 3 പേര് സംശയമാവുന്നു. അതേസമയം അവരാണെങ്കിൽ ആ സബ്വേയിൽ തന്നെ ഉണ്ട്. ആ ഒരു മെട്രോയിൽ കയറി ആ ബോഗിയിലുള്ള എല്ലാവരുടെയും പേഴ്സ് അടിച്ചു മാറ്റുന്നു. അവിടെയുള്ള ആരെയും അവര് വെറുതെ വിടുന്നില്ല. എല്ലാവരുടെയും പേഴ്സും ഫോണും അവരടിച്ചു മാറ്റുന്നു. അങ്ങനെ അതിനെല്ലാം ശേഷം അവര് 3 പേരും സംസാരിക്കുന്നത് അടുത്ത് നിന്ന് ഈ പെൺകുട്ടി കേൾക്കുന്നു. രാത്രി 8 മണിക്ക് എനിക്ക് എക്സിറ്റ് 3യിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ഈ ചുമല തൊപ്പിക്കാരൻ ആ കൂട്ടുകാരോട് പറയുന്നു. അത് അടുത്ത് നിന്ന് ഈ പെൺകുട്ടിയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് അവളും ആകെപ്പാട് സന്തോഷിക്കുന്നുണ്ട്. ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. അങ്ങനെ ഒരു സ്റ്റോപ്പ് വന്നപ്പോൾ അവർ 3 പേരും അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ആ ബോഗിയിലുള്ള എല്ലാവരും തന്നെ സബ്വേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അങ്ങനെ സബ്വേ പോലീസ് ആണെങ്കിൽ അവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ആ 3 കുറ്റവാളികളുടെയും ഫോട്ടോ കാണിക്കുന്നു. ആരെങ്കിലും ഇവരെ ആ ബോഗിയിൽ കണ്ടിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരെ ആ ഫോട്ടോസ് എല്ലാം കാണിക്കുന്നത്. ആ സമയത്താണ് ഈ പെൺകുട്ടി അവരെ കണ്ടതായി പറയുന്നത്. ഈ പെൺകുട്ടിയാണെങ്കിൽ ഓൺലൈനിൽ കൂടെ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും അയാളുടെ മുഖം മാത്രം കണ്ടിരുന്നില്ല. ഇന്ന് രാത്രി 8 മണിക്ക് സബ്വേയിലെ എക്സിറ്റ് 3യുടെ അവിടെ മീറ്റ് ചെയ്യാം എന്നാണ് അവര് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഈ ചുമല തൊപ്പിയാണെങ്കിലും എക്സിറ്റ് 3യുടെ അവിടെ രാത്രി 8 മണിക്ക് ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. അങ്ങനെ ഈ പെൺകുട്ടി വിചാരിക്കുന്നത് താൻ ഓൺലൈനിൽ കൂടെ പരിചയപ്പെട്ട ആളാണ് ആ ചുമല തൊപ്പിക്കാരൻ എന്നാണ്. അതുകൊണ്ടായിരുന്നു അവൾ ആ ട്രെയിനകത്ത് നിന്ന് സന്തോഷിച്ചിരുന്നതും. അവൾ ആഗ്രഹിച്ച ടൈപ്പിലുള്ള ഒരാളായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവനെയായിരിക്കും 8 മണിക്ക് മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അവളും അങ്ങ് ഉറപ്പിച്ചിരുന്നു. ശരിക്കും ആ പെൺകുട്ടി മീറ്റ് ചെയ്യാൻ പോയത് ഈ സബ്വേ പോലീസിനെയായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ആ സബ്വേ പോലീസിന് ആകപ്പാട് വിഷമമായി. എന്നിരുന്നാലും താനാണ് ആ വ്യക്തി എന്നുള്ള കാര്യം അവനും പറഞ്ഞിരുന്നില്ല. എന്തായാലും ആ ചുമല തൊപ്പിക്കാരൻ എക്സിറ്റ് 3 അവിടെ 8 മണിക്ക് വരും എന്ന് ഇവര് മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ അവനെ പിടിക്കാനായി അവര് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് തന്നെയാണ് സബ്വേയിൽ ഒരു ബേക്കറി നടത്തുന്ന വ്യക്തിയുടെ മകനെ കാണാനില്ല എന്നും പറഞ്ഞ് അയാൾ തന്റെ മകനെ അവിടെയല്ല അന്വേഷിക്കുന്നത്. ഇതാണെങ്കിൽ സിയുക്കും യുവും കാണുന്നുണ്ട്. അങ്ങനെ അവർ കാര്യം എന്താണെന്ന് അയാളോട് തിരക്കുന്നു. പുള്ളിയുടെ മകനും ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്. ആ മകനെ ആണെങ്കിൽ ഈ ബേക്കറിയിൽ ഇരുത്തിയിട്ട് അച്ഛൻ കുറച്ച് ക്യാഷ് എടുക്കാനായി ബാങ്കിലേക്ക് പോകുന്നു. അങ്ങനെ ക്യാഷ് എടുത്ത് തിരിച്ചു വരുന്ന സമയത്താണ് മകനെ കാണാനില്ല എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കുന്നത്. ഈ സബ്വേയിൽ ഒരുപാട് ക്യാമറകൾ ഉണ്ടെങ്കിലും ഈ ബേക്കറിയുടെ മുന്നിലായി ഒരു ക്യാമറ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ മകൻ എങ്ങോട്ടേക്കാണ് പോയത് എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. എന്നാൽ ഈ ഒരു കേസ് ആണെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് അന്വേഷിക്കുന്നത്. അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. എന്നാൽ ഈ കേസ് ആണെങ്കിൽ യൂണിനെ തന്നെ അന്വേഷിക്കണം. കാരണം യൂണിന്റെ സിസ്റ്ററിനും ഓട്ടിസം ബാധിച്ചതല്ലായിരുന്നു. അവളെയും ഇതേപോലെ തന്നെ കാണാതായതായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇയാളുടെ ഓട്ടിസം ബാധിച്ച മകനെയും കാണാതായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ മകനെ കണ്ടുപിടിക്കാനാണ് യു ശ്രമിക്കുന്നത്. എന്നാൽ സിയുക്കാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ അവരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മറ്റേ പോക്കറ്റ് അടിക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ. അതുകൊണ്ട് ആ കേസ് മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ സിയുക്ക് പറയുന്നു. എന്നാൽ യൂണിനെ നമുക്കറിയാലോ, അവൾ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല. അവളാണെങ്കിൽ സിയുക്കിനോട് ഉടക്കിയിട്ട് നേരെ സബ്വേ പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തുന്നത്. അങ്ങനെ യു ഈ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ 1 മണിക്കൂറായി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവളോട് പറയുന്നത്. അതായത് ഈ സബ്വേയിൽ ഒരു പരിപാടി നടന്നിരുന്നു. ആ പരിപാടി തീരുന്നത് വരെ അവൾ അവളുടെ ഫോണിൽ അതെല്ലാം ഷൂട്ട് ചെയ്തിരുന്നു. ഈ പരിപാടി നടക്കുന്നതാണെങ്കിൽ നമ്മുടെ ബേക്കറിയുടെ മുന്നിലാണ്. അങ്ങനെയെങ്കിൽ ആ ബേക്കറിക്കാരന്റെ മകനെ ആരാണ് തട്ടിക്കൊണ്ടു പോയത് എന്നറിയാൻ ആ ഫൂട്ടേജ് നോക്കിയാൽ മതി. ആ ഫൂട്ടേജ് ഉള്ള ഫോണാണെങ്കിൽ പോക്കറ്റ് അടിക്കാരാണ് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനെ അവരെ കണ്ടുപിടിച്ചാൽ ആ ഫോണും അവർക്ക് ലഭിക്കും.
അപ്പോൾ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നറിയാൻ അവർക്ക് എളുപ്പമാണ്. അങ്ങനെ യു ആണെങ്കിൽ ഒടക്കിട്ട് പോയ സിയൂക്കിന്റെ അടുത്തേക്ക് തന്നെ പോകുന്നു. സിയൂക്ക് അവിടെയെല്ലാം പോക്കറ്റടിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്കാണ് യു എത്തുന്നത്. യുവിന്റെ ആവശ്യം ആ പോക്കറ്റടിക്കാരനെ കണ്ടുപിടിക്കണമെന്നൊന്നുമല്ല, ആ ഫോൺ മാത്രം അവൾക്ക് ലഭിച്ചാൽ മതി. എന്നാൽ സിയൂക്കിന് അവളുടെ ആവശ്യമൊന്നും അറിയില്ലല്ലോ. അവളുടെ മനസ്സ് മാറിയിട്ടാണ് അവൾ എത്തുന്നത് എന്നൊക്കെ അവൻ വിചാരിക്കുന്നു. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ആ പോക്കറ്റടിക്കാരനെ അവിടെയെല്ലാം അന്വേഷിക്കുന്നു. അങ്ങനെ അവരാണെങ്കിലും ഇവരെല്ലാം കാണുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ഒരുപാട് ചുമല തൊപ്പി വെച്ച ആൾക്കാരും ഉണ്ട്. സിയൂക്കും യുനും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ അതിന്റെ ഇടയിലേക്ക് കയറുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ആ പോക്കറ്റടിക്കാരൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതാണെങ്കിൽ സിയൂക്കും യുവും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവനെ ഫോളോ ചെയ്യുന്നു. യു ആണെങ്കിൽ ഇനി അവൻ എങ്ങോട്ടേക്കാണ് പോവാൻ ചാൻസ് ഉള്ളത് എന്നെല്ലാം ആലോചിക്കുന്നു. എന്നിട്ട് അങ്ങോട്ടേക്ക് സിയൂക്കിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ സിയൂക്ക് കഷ്ടപ്പെട്ട് അവനെ അവിടെ പിടിച്ചു നിർത്തി. എന്നാൽ അതേസമയം യുവും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. അവൾ വരുന്ന ഫോഴ്സിലാണെങ്കിൽ അവരുടെ നടുക്കോട്ടാണ് വീഴുന്നത്. അങ്ങനെ സിയൂക്കിന്റെ പേടിയും വിട്ടുപോയി. ആ സമയത്താണെങ്കിൽ ആ പോക്കറ്റടിക്കാരൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ഓടി പുറത്തേക്കാണ് രക്ഷപ്പെടുന്നത്. പുറകിൽ തന്നെ നമ്മുടെ സിയൂക്കും യുവും ഉണ്ട്. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ടാക്സി കയറി. എന്നാൽ അതിനു മുന്നേ തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവൻ ഒരു വണ്ടിയിലേക്ക് എറിഞ്ഞിരുന്നു. അതാണെങ്കിൽ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു വണ്ടിയായിരുന്നു. ഇതെല്ലാം പുറകിന് ഓടി വന്ന സിയൂക്കും യുവും കാണുന്നുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ യുവിന്റെ വണ്ടി ഇരിപ്പുണ്ട്. യു പെട്ടെന്ന് തന്നെ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോക്കറ്റടിക്കാരനെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് സിയൂക്ക് ആണെങ്കിൽ യുവിന്റെ വണ്ടിയുടെ പുറകിന് കയറുന്നുണ്ട്. എന്നാൽ യു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ അവിടെ നിന്ന് പിടിച്ചു തള്ളുന്നു. അവളാണെങ്കിൽ ആ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന വണ്ടിയുടെ പുറകിനാണ് പോകുന്നത്. അവൾക്ക് ആ പോക്കറ്റടിക്കാരനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ആ ബാഗ് കണ്ടുപിടിക്കണമായിരുന്നു. അതിലല്ല മറ്റേ പെൺകുട്ടിയുടെ ഫോണും ഉള്ളത്. എന്നാൽ ഇവൾ എന്താണ് ചെയ്യുന്നത് എന്ന് സിയൂക്കിന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ സിയൂക്കും ഒരു ടാക്സി വിളിച്ചിട്ട് യുവിന്റെ പുറകിന് തന്നെ പോകുന്നു. യു ആണെങ്കിൽ ആ വേസ്റ്റ് വണ്ടിയെല്ലാം ഫോളോ ചെയ്ത് നേരെ ചെല്ലുന്നത് വേസ്റ്റ് എല്ലാം ഇടുന്ന സ്ഥലത്തേക്കാണ്. അവിടെ എത്തിയ യു ആണെങ്കിൽ ആ വേസ്റ്റിലെല്ലാം അന്വേഷിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സിയൂക്ക് എത്തിയിരുന്നു. ഇവള് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് സിയൂക്കിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ സിയൂക്ക് ആകെപ്പാട് ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. യു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഷോക്കായി നിൽക്കുന്ന ഹേജുനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. യു ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഹേജുൻ അറിയില്ല. എന്നിരുന്നാലും ഹേജുൻ യുവിനെ സഹായിക്കാനായി തീരുമാനിക്കുന്നു. ഹേജുനും ആ വേസ്റ്റിലെല്ലാം ആ ബാഗ് തിരയുന്നു. രണ്ടുപേരും ആ ബാഗ് കണ്ടുപിടിക്കാനായി നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനം ഹേജുൻ ആ ബാഗ് കണ്ടുപിടിക്കുന്നു. അതിൽ ആ പെൺകുട്ടിയുടെ ഫോൺ ഉണ്ടോ എന്ന് അവര് രണ്ടുപേരും അന്വേഷിക്കുന്നു. അവസാനം ആ പെൺകുട്ടിയുടെ ഫോണും അവർക്ക് ലഭിച്ചു. ആ സന്തോഷത്തിൽ അവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുന്നു. ആ ഫോണുമായി അവര് നേരെ ചെല്ലുന്നത് ബേക്കറിയിലേക്കാണ്. അവിടെ തന്നെ മറ്റു പോലീസുകാരും ഉണ്ടായിരുന്നു. യു അവർക്ക് ഈ ഫോൺ നൽകിയിട്ട് ആ ഫൂട്ടേജസ് എല്ലാം പരിശോധിക്കുന്നു. അതിൽ നിന്ന് തന്നെ അയാളുടെ മകനെ തട്ടിക്കൊണ്ടുപോയത് ഒരു ലേഡി ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ യു ഈ ലേഡി അറിയാവോ എന്നൊക്കെ ആ ബേക്കറിക്കാരനോട് ചോദിക്കുന്നു. എന്നാൽ അയാളാണെങ്കിൽ പെട്ടെന്നൊന്നും നോക്കിയിട്ട് അറിയില്ല എന്ന് തന്നെ മറുപടി പറയുന്നു. ഇത്രയും കെയർലെസ് ആയിട്ട് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ഹേജുനും യുവിനും മനസ്സിലാവുന്നില്ല. യു ആണെങ്കിൽ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ ആ ലേഡിയുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അവർ എവിടെയായിരിക്കും ഉണ്ടാവുന്നത് എന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ അവരെല്ലാം ആ ലേഡി അന്വേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ ഹേജൻ മാത്രം ഇറങ്ങുന്നില്ല. ഹേജൻ ആണെങ്കിൽ ആ ബേക്കറിക്കാരനെ ഒന്ന് നോക്കുന്നു. അയാളാണെങ്കിൽ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആ ലേഡി അന്വേഷിച്ച് ആ ലേഡിയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ ഹേജൻ ആണെങ്കിൽ യുവിനെ മാത്രം വിടുന്നില്ല. ഇത് ആ പോലീസുകാർ നോക്കിക്കോളും, ഇത് നമ്മുടെ കേസല്ല എന്നൊക്കെ ഹേജൻ പറയുന്നു. എന്നാൽ ഇതൊന്നും യുവൻ കേൾക്കാനേ തയ്യാറാവുന്നില്ല. എല്ലാത്തിനും ഒരു വഴിയുണ്ട് എന്നും പറഞ്ഞ് ഹേജൻ യുവിനെ അവിടെ പിടിച്ചു നിർത്തി. അതേസമയം മറ്റു പോലീസുകാർ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് എത്തിയത്. എന്നാൽ അവരവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ആ ലേഡി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ട ലേഡി നേരെ വിളിക്കുന്നത് ബേക്കറിക്കാരനെയാണ്. എത്രയും പെട്ടെന്ന് പൈസ തരണം, അല്ലെങ്കിൽ മകനെ ജീവനോടെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് ലേഡി അയാളെ ഭീഷണിപ്പെടുത്തുന്നു. ബേക്കറിക്കാരനാണെങ്കിൽ പൈസ തരാമെന്ന് തന്നെ പറയുന്നു. അങ്ങനെ ലേഡി എപ്പോൾ എവിടെ വരണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് അയാൾ ഒരു സ്റ്റേഷനിലേക്കാണ് വന്നു നിൽക്കുന്നത്. ഒരു ട്രെയിൻ വന്ന് നിന്നതും അതിൽ നിന്ന് ഒരു ലേഡി അയാളോട് പൈസ ചോദിക്കുന്നു. എന്നാൽ തന്റെ മകനെ തരാതെ താൻ ആ പൈസ തരില്ല എന്ന് തന്നെ അയാൾ പറയുന്നു. എന്നാൽ ലേഡി ആണെങ്കിൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പൈസ തന്നാൽ മാത്രമേ നിങ്ങളുടെ മകൻ സേഫ് ആയിരിക്കുള്ളൂ എന്നും പറഞ്ഞ് ലേഡി ആ ബാഗ് പിടിച്ചു മേടിക്കുന്നു. അപ്പോഴേക്കും ആ ട്രെയിനും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ബേക്കറിക്കാരൻ ആകെപ്പാടെ അവിടെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഓപ്പോസിറ്റ് തന്റെ മകൻ കിടക്കുന്നത് അയാൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ അയാൾ തന്റെ മകന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അതേസമയം ആ ബാഗിനകത്ത് പൈസ തന്നെയല്ലേ എന്നുള്ള കാര്യം ലേഡി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കണ്ട് അവൾ ആകെപ്പാട് സന്തോഷിക്കുന്നു. ആ ലേഡി ആണെങ്കിൽ ലണ്ടനിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ പൈസയും കൊണ്ട് ലണ്ടനിലേക്ക് പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ സമയത്താണ് ആരുടെയോ ഫോൺ അടിക്കുന്നത്. ആരുടെ ഫോണാണ് അടിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവിടെ
അവിടെയുള്ളവരെല്ലാം പരസ്പരം നോക്കുന്നുണ്ട്. അങ്ങനെ ആ ലേഡിക്ക് ഒരു സംശയം തോന്നി ആ ബാഗ് തുറന്നു നോക്കി. അപ്പോൾ അതിനകത്ത് ഒരു ഫോൺ കിടക്കുന്നു. ആ ഫോണിലേക്കാണ് ആരോ വിളിച്ചിരിക്കുന്നത്. ആരാണ് വിളിച്ചതെന്നറിയണ്ടേ? അത് നമ്മുടെ യൂനാണ്. യൂൻ പെട്ടെന്ന് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് എത്തി. എന്നാൽ ആ ലേഡി ആണെങ്കിൽ യൂനിനെ തട്ടിമാറ്റി ആ ബോഗിയിൽ നിന്ന് അടുത്ത ബോഗിയിലേക്ക് കയറുന്നു. എന്നാൽ അവിടെ തന്നെ നമ്മുടെ ഹേജന് നിൽപ്പുണ്ടായിരുന്നു. ഹേജൻ പെട്ടെന്ന് തന്നെ അവളെ അറസ്റ്റ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ആ ഫോൺ ഇതിനകത്ത് വന്നത് എന്നറിയണ്ടേ? ആ ലേഡിയുടെ ഡീറ്റെയിൽസ് അറിഞ്ഞ് എല്ലാവരും ആ ലേഡിയെ പിടിക്കാൻ വേണ്ടിട്ട് ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഹേജൻ മാത്രം ആ ബേക്കറിയിൽ നിന്നില്ലായിരുന്നു. ആ സമയത്ത് ഹേജൻ പൈസ അടങ്ങി ആ ബാഗ് കണ്ടിരുന്നു. ബേക്കറിക്കാരൻ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് മനസ്സിലാക്കി ഹേജൻ തന്നെയാണ് തന്റെ ഫോൺ ആ ബാഗിനകത്ത് ഇടുന്നതും. അങ്ങനെ ആ ലേഡിയെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോലീസുകാരും എത്തി. അവിടെ നിന്ന് ഹേജൻ നേരെ ചെല്ലുന്നത് ചീഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പോക്കറ്റ് അടിക്കാരനെ പിടിക്കുന്നതിന് പകരം ആ ബാഗിന് പുറകിന് പോയതിന് ഹേജനെ ചീഫ് വഴക്ക് പറയുന്നു. എന്നിരുന്നാലും ആ ലേഡിയെ പിടിക്കാൻ വേണ്ടിട്ട് ഇവര് സഹായിച്ചില്ലേ, അതുകൊണ്ട് തന്നെ ചീഫ് ഹേജന്റെ പണിഷ്മെന്റ് മാറ്റുന്നു. അതായത് അവന് ഒരു സാലറി കട്ടില്ലായിരുന്നു, ആ സാലറി കട്ട് ഇപ്പോൾ അവർ മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ മാറ്റിയെങ്കിലും എത്രയും പെട്ടെന്ന് ആ പോക്കറ്റ് അടിക്കാരനെ കണ്ടുപിടിക്കണം എന്നൊക്കെ ചീഫ് പറയുന്നു. അതേസമയം നമ്മുടെ സബ്വേ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും പേടിച്ചാണ് ഇരിക്കുന്നത്. ഹേജൻ ആണെങ്കിൽ ചീഫിനെ കാണാൻ വേണ്ടിട്ട് പോയിരിക്കുകയല്ലേ. ചീഫ് ഇനിയും അവന് എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കോ എന്നൊക്കെ ഓർത്ത് അവര് പേടിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ ഓഫീസിലെത്തി ഹേജൻ തന്റെ പണിഷ്മെന്റ് പിൻവലിച്ചു എന്നുള്ള കാര്യം അവരോട് പറയുന്നു. അങ്ങനെ അവര് മൂന്നുപേരും ആകപ്പാട് സന്തോഷിക്കുന്നു. അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ യോൻ തന്നെയാണ്. അതേസമയം നമ്മുടെ പോക്കറ്റ് അടിക്കാര് ആകപ്പാട് ടെൻഷനിലാണ് ഇരിക്കുന്നത്. ആ ബാഗിൽ നിന്ന് ഇവരുടെ DNA കളക്ട് ചെയ്താൽ അത് ഇവർക്ക് തന്നെയല്ലേ പണിയാവുന്നത്. അതെല്ലാം ഓർത്ത് ഇവര് മൂന്നുപേരും ആകപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ചോമല തൊപ്പി വെച്ചവനാണ് ഈ ടീമിന്റെ ലീഡർ എന്നാണ്. എന്നാൽ ഇവനല്ല, ഈ മൊട്ടയാണ് ഈ ടീമിന്റെ ലീഡർ. ഈ മൊട്ടയാണെങ്കിൽ ചോമല തൊപ്പി വെച്ചവനെ നല്ല രീതിയിൽ തന്നെ വഴക്ക് പറയുന്നുണ്ട്. അവര് വിചാരിച്ചതുപോലെ തന്നെ ഹേജൻ ആണെങ്കിൽ ആ ബാഗ് DNA ടെസ്റ്റ് ചെയ്യാൻ അയക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹേജനും യൂനും സന്തോഷത്തോടെ തന്നെയാണ് അവരുടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഹേജൻ അമ്മയെ കാണാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അങ്ങനെ ഹേജൻ അമ്മയ്ക്ക് ഫുഡ് എല്ലാം കൊടുത്ത് പുറത്തിറങ്ങുന്ന സമയത്താണ് ഈ ലേഡി അവനോട് സംസാരിക്കുന്നത്. നിങ്ങൾ പോലീസല്ലേ, നിങ്ങൾ ആ മർഡർ കേസാണോ അന്വേഷിക്കുന്നത് എന്നൊക്കെ ഈ ലേഡി ഹേജനോട് തിരക്കുന്നു. താൻ സബ്വേ പോലീസാണ്, മറ്റു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മർഡർ കേസ് അന്വേഷിക്കുന്നത് എന്നൊക്കെ ഹേജൻ അവരോട് മറുപടി പറയുന്നു. അങ്ങനെ ഇത് കേട്ട ലേഡി അവിടെ നിന്ന് പോകുന്ന സമയത്താണ് യൂനിനെ അവിടെ കാണുന്നത്. യൂനിനെ കണ്ട ലേഡി ആകപ്പാടെ പേടിക്കുന്നുണ്ട്. യൂനിന് മുഖം നൽകാതെ അവരാണെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്നു. യു പോയതിനു ശേഷമാണെങ്കിലും അവര് ആകപ്പാടെ പേടിക്കുന്നുണ്ട്. അവരെന്തുകൊണ്ടാണ് പേടിക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. അങ്ങനെ യു നേരെ ചെല്ലുന്നത് തന്റെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ തന്റെ കൂട്ടുകാരിയെ കാണുന്നതിന് മുന്നേ തന്നെ യു ആണെങ്കിൽ ഹേജനെയാണ് കാണുന്നത്. ഹേജനാണെങ്കിൽ വേറൊരു കോസ്റ്റ്യൂമിലാണ് നിൽക്കുന്നതും. ഇതെല്ലാം കണ്ടിട്ട് യു ആകപ്പാട് ഷോക്കായി നിൽക്കുന്നു. ആ സമയത്ത് തന്നെയാണ് യൂനിന്റെ ഫ്രണ്ടും അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ യൂനിന്റെ ഫ്രണ്ട് ഹേജന്റെ അമ്മയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും യൂനിനോട് പറയുന്നു. അപ്പോഴാണ് ഇത് യൂനിന്റെ പാർട്ട്ണറായ ഹേജനാണ് എന്നുള്ള കാര്യം കൂട്ടുകാരിയും മനസ്സിലാക്കുന്നത്. നിന്റെ പാർട്ട്ണർ ആണെങ്കിൽ ഇവിടുത്തെ ബില്ലടയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഓർമ്മയില്ലാതെ അവന്റെ അമ്മ ഈ ഇടയിലും ഒരു പ്രശ്നം ഉണ്ടാക്കി. ഹേജനാണെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് പേ ചെയ്തതെന്ന് അറിയില്ല. ഇവിടുത്തെ ബില്ലും ഇവിടുത്തെ കെയർ ടേക്കറിന്റെ ബില്ലും എല്ലാം അടയ്ക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് കൂട്ടുകാരി പറയുന്നു. അപ്പോഴാണ് ഹേജൻ അന്ന് പലിശക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത് കാർ മേടിക്കാനല്ല, പകരം ഈ ബില്ല് അടയ്ക്കാനാണ് എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം ഓർത്തിട്ടാണെങ്കിൽ അവൾക്ക് വിഷമവും ആവുന്നുണ്ട്. അങ്ങനെ ഹേജൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഹേജനെ ഫോളോ ചെയ്ത് യുവും പോകുന്നു. യുവിന്റെ കയ്യിലാണെങ്കിൽ സ്കൂട്ടർ ഇല്ലേ, അതിൽ അവന് ലിഫ്റ്റ് തരാമെന്നും പറഞ്ഞ് യു അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഹേജൻ ആണെങ്കിൽ സ്റ്റേഷനിലേക്കാണ് പോവേണ്ടത്. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാം എന്നും പറഞ്ഞിട്ടാണ് അവൾ അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ യു ആണെങ്കിൽ ഹേജനെ വിളിച്ചുകൊണ്ട് പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ഞാനാണെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹാഫ് മൂൺ ആയിരിക്കും, അല്ലെങ്കിൽ മേഘങ്ങളെല്ലാം കൂടെ ആ മൂണിനെ മറിച്ചിട്ടുണ്ടാവും. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഫുൾ മൂണിനെ കാണുന്നത് എന്നൊക്കെ യു പറയുന്നു. അങ്ങനെ അവര് രണ്ടുപേരും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ അടുത്ത ദിവസമാണ് കാണുന്നത്. പൂട്ടിയിട്ട ഡോറ് എങ്ങനെയാണ് തുറക്കുന്നത് എന്നൊക്കെയുള്ള ട്രിക്സ് ആണെങ്കിൽ കൊളീഗ്സ് യൂനിനെ പഠിപ്പിക്കുന്നു. അവൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് ഹേജൻ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാർട്ട്ണർ യൂനിനെ വിളിക്കുന്നത്. അങ്ങനെ യു പെട്ടെന്ന് തന്നെ പാർട്ട്ണറെ കാണാനായി പോകുന്നു. പാർട്ട്ണർ ആണെങ്കിൽ ടണലിനകത്ത് കണ്ട റൂമിനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. 3 വർഷം മുന്നേ അവിടെ ഒരു പാത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡോറ് അവിടെ ഉണ്ടാക്കിയത്. എന്നാൽ എന്തൊക്കെയോ പ്രശ്നം വന്നിട്ട് ആ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഒരു പക്ഷേ ആ പാത്തിൽ കൂടെ ആയിരിക്കാം സബ്വേ ഗോസ്റ്റ് ബോഡി എല്ലാം കൊണ്ടുപോകുന്നത് എന്ന് പാർട്ട്ണർ പറയുന്നു. ഞാൻ നിന്റെ കൂടെ കാണും, നമുക്ക് എങ്ങനെയെങ്കിലും നിന്റെ സിസ്റ്ററിനെ കണ്ടുപിടിക്കാം. ഇന്ന് രാത്രി തന്നെ നമുക്ക് ആ പാത്തിൽ
ബൂത്തിൽ കൂടെ പോയി നോക്കാം എന്നൊക്കെ പാർട്ട്ണർ പറയുന്നു. അങ്ങനെ യു അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്തി. ആ സമയത്ത് തന്നെയാണ് ഹയർ ഓഫീസർ അവിടെയെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് എത്തുന്നതും. അങ്ങനെ അയാൾ അവിടെയെല്ലാം പരിശോധിച്ചതിന് ശേഷം കീ ഇരിക്കുന്ന ആ ബോക്സും തുറന്നു നോക്കുന്നു. അപ്പോഴാണ് സബ്വേയിലേക്ക് പോകാനുള്ള ഡോറിന്റെ കീ മാത്രം അവിടെ ഇല്ല എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കുന്നത്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ആണ്. അത് എവിടെ പോയി എന്നൊക്കെ അയാൾ ഹേജനോട് ചോദിക്കുന്നു. ആ കീ ആണെങ്കിൽ യൂനിന്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഹേജൻ അറിയില്ലല്ലോ. അവൻ വിചാരിക്കുന്നത് അത് എവിടെയോ കളഞ്ഞു പോയെന്നാണ്. അതുകൊണ്ട് തന്നെ അയാളോട് ഈ കീ കളഞ്ഞു പോയി എന്നുള്ള കാര്യം പറയാൻ സാധിക്കില്ല. തന്റെ വീട്ടിലുണ്ട്, താൻ അത് സൂക്ഷിച്ചാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കള്ളം ഹേജൻ ആണെങ്കിൽ അയാളോട് പറയുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ആ കീ എടുത്തുകൊണ്ട് വരാൻ അയാളും ആവശ്യപ്പെടുന്നു. തങ്ങൾ വേറൊരു കേസിന് ആവശ്യമായി പുറത്തു പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ആ കീ ഇവിടെ വെച്ചോളാം എന്നൊക്കെ ഹേജൻ പറയുന്നു. അയാൾ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയതിനു ശേഷം കൊളീഗ്സിനോടെല്ലാം ആ കീ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാനെല്ലാം ഹേജൻ പറയുന്നു. അങ്ങനെ അവരെല്ലാം അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എക്സ് ഗേൾ ഫ്രണ്ടും പാർട്ട്ണറും സബ്വേ ഗോസ്റ്റിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് ബൂത്തിൽ കൂടെ അല്ലായിരുന്നു സബ്വേ ഗോസ്റ്റ് എല്ലാരെയും വിളിച്ചുകൊണ്ടിരുന്നത്. ആ ബൂത്ത് ആണെങ്കിൽ വലുതായി ആരും ഉപയോഗിക്കാത്തൊരു ബൂത്താണ്. അപ്പോൾ അവിടെ നിന്ന് നമ്പർ എടുത്തു കഴിഞ്ഞാൽ സബ്വേ ഗോസ്റ്റ് ആരെയാണ് വിളിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലേ. അങ്ങനെ ആ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് എടുക്കാൻ എക്സ് ഗേൾ ഫ്രണ്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു നമ്പറിലേക്ക് ഒരുപാട് തവണ കോള് പോയത് അവർ മനസ്സിലാക്കുന്നത്. അവർ ആ പെൺകുട്ടിയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അത് വേറെ ആരുമായിരുന്നില്ല, പ്രോഗ്രാമിന് പോവാനിരുന്ന ഒരു പെൺകുട്ടിയില്ലേ, അവൾ തന്നെയായിരുന്നു അത്. അങ്ങനെ കുറച്ച് പോലീസുകാർ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. അതേസമയം അവളെ നോക്കുകയാണെങ്കിൽ അവളും അവളുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ആ സമയത്താണ് അവൾക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതാ സബ്വേ ഗോസ്റ്റ് അയച്ച മെസ്സേജ് ആണ്. പേഴ്സ് തിരിച്ചു നൽകാമെന്നും പറഞ്ഞ് അയാൾ മറ്റൊരു അഡ്രസ് കൂടി അവൾക്ക് നൽകുന്നു. ആ മെസ്സേജ് കണ്ടപ്പോൾ അയാൾ പ്രശ്നക്കാരനൊന്നും ആയിരിക്കില്ല എന്നും വിചാരിച്ച് അവളാണെങ്കിൽ ഓക്കെയും പറയുന്നു. അതേസമയം പോലീസുകാർ ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ സബ്വേ പോലീസ് ആയിരുന്നു എന്ന കാര്യം അവര് മനസ്സിലാക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ എക്സ് ഗേൾ ഫ്രണ്ടും പാർട്ട്ണറും സബ്വേ സ്റ്റേഷനിലേക്ക് പോകുന്നു. എന്നാൽ നമ്മുടെ സബ്വേ പോലീസ് ആണെങ്കിൽ ആ കീ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ. അവര് ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് എക്സ് ഗേൾ ഫ്രണ്ടും പാർട്ട്ണറും എത്തുന്നത്. എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളെ അറിയാമോ എന്നൊക്കെ തിരക്കുന്നു. ഈ പെൺകുട്ടിയുടെ പേഴ്സ് കാണാനില്ല എന്നും പറഞ്ഞ കേസിൽ ഹേജനും യൂനും ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയതായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ അവന് ആരാണെന്ന് മനസ്സിലായില്ല. എവിടോ കണ്ട നല്ല പരിചയമുണ്ട് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ നമ്മുടെ കൊളീഗ്സിന് ഈ പെൺകുട്ടിയെ നല്ല രീതിയിൽ തന്നെ അറിയായിരുന്നു. ഹേജൻ ഇവിടെ സബ്വേ പോലീസ് ആവുന്നതിന് മുന്നേ ഈ പെൺകുട്ടിയായിരുന്നു ഇവിടെ സബ്വേ പോലീസ് ആയിരുന്നത് എന്നൊക്കെ അവർ പറയുന്നു. അപ്പോഴാണ് ഹേജന് ഈ പെൺകുട്ടിയെ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഹേജൻ പെട്ടെന്ന് തന്നെ അവളുടെ പേഴ്സ് കാണാതായി എന്നുള്ള കാര്യമെല്ലാം ഇവരോട് പറയുന്നു. സബ്വേ ഗോസ്റ്റിന്റെ അടുത്ത ടാർഗറ്റ് ഈ പെൺകുട്ടിയാണ് എന്നുള്ള കാര്യം എക്സ് ഗേൾ ഫ്രണ്ട് അപ്പോഴാണ് പറയുന്നത്. എന്തായാലും സബ്വേ ഗോസ്റ്റ് ആ പെൺകുട്ടി ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. ഇനി സബ്വേ ഗോസ്റ്റ് അവളെ എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സബ്വേ സ്റ്റേഷനിലാണെങ്കിൽ പല സ്ഥലത്തും ക്യാമറകളുണ്ട്. ക്യാമറകളില്ലാത്ത ആരും വരാത്ത സ്ഥലത്തേക്കായിരിക്കും അയാൾ ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ ഇവിടെ ഏത് സ്ഥലമാണുള്ളത് എന്നൊക്കെ യു ഓർക്കുന്നു. അപ്പോഴാണ് ഇവിടെയുള്ള റെസ്ട്രിക്റ്റഡ് ഏരിയ പറ്റി അവൾ ഓർക്കുന്നത്. സബ്വേ ഗോസ്റ്റ് അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും അവളെ കൊണ്ടുവരുന്നത് എന്ന് യു പറയുന്നു. അങ്ങനെ യു ആണെങ്കിൽ ഏതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ഈ സബ്വേ സ്റ്റേഷനിലുണ്ട് എന്നൊക്കെ ഓർത്ത് അവരോട് ഡീറ്റെയിൽസ് പറയുന്നു. അങ്ങനെ അവരെല്ലാം ഓരോ സ്ഥലത്തായി അന്വേഷിക്കാനായി അവിടെ നിന്ന് ഇറങ്ങി. അതേസമയം ആ പെൺകുട്ടിയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അങ്ങനെ സ്റ്റേഷനിലെത്തിയ പെൺകുട്ടി നടന്ന് ഒരു ഡോറിന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ആ ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി. അത് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു. അതിനകത്താണെങ്കിൽ ഹുഡിയെല്ലാം ധരിച്ച് കയ്യിൽ ഒരു കയറായി ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാളെ കണ്ട പെൺകുട്ടി ആകെപ്പാടെ പേടിക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അയാൾ പെട്ടെന്ന് തന്നെ കയറെടുത്ത് ആ പെൺകുട്ടിയുടെ കഴുത്തിനിട്ട് മുറുക്കുന്നു. ആ പെൺകുട്ടി ജീവന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് പിടയ്ക്കുന്നു. എന്നാൽ അയാൾ അവളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾ പിന്നെയും ആ പെൺകുട്ടിയുടെ കഴുത്ത് മുറുക്കുന്നു. അതേസമയം തന്നെയാണ് അങ്ങോട്ടേക്ക് ഹേജനും യൂനും ഓടിയെത്തുന്നത്. അവര് നോക്കുമ്പോൾ ആ റൂം ലോക്കാണ്. അകത്ത് നിന്ന് ആരോ പൂട്ടിയിട്ടുണ്ട് എന്ന കാര്യം അവര് മനസ്സിലാക്കുന്നു. അവര് ഒരുപാട് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ആ ഡോറ് തുറക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഹേജൻ തോക്കെടുത്തു. എന്നാൽ അവര് പ്രതീക്ഷിച്ചതുപോലെ ആ റൂമിൽ സബ്വേ ഗോസ്റ്റ് ആയിരുന്നില്ല. അവിടെയുള്ള കുറച്ച് എംപ്ലോയീസ് ആയിരുന്നു ആ റൂമിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അടുത്ത റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് പോയി. എന്നാൽ അതിന്റെ ഡോറ് തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. അവരകത്ത് കയറിയ പാടെ ചോരയിൽ കുളിച്ച് കിടക്കുന്ന പെൺകുട്ടിയെ കണ്ടു. അവൾക്ക് ജീവനുണ്ട്. പെട്ടെന്ന് തന്നെ സിയുക്കാണെങ്കിൽ ആംബുലൻസിനെ വിളിക്കുന്നു. അതേസമയം യു ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച സബ്വേ ഗോസ്റ്റ് ഇവിടെ തന്നെയുണ്ട് എന്നുള്ള കാര്യം അവൾക്കറിയാം. ഇപ്പോൾ ആണെങ്കിൽ സബ്വേ സ്റ്റേഷനിൽ നിന്ന് അവസാനത്തെ ട്രെയിനാണ് പുറപ്പെടുന്നത്. അതിനു മുന്നേ തന്നെ സബ്വേ ഗോസ്റ്റിനെ കണ്ടുപിടിക്കണം എന്നും വിചാരിച്ചിട്ടാണ് അവൾ അവിടെയെല്ലാം അന്വേഷിക്കുന്നത്. എന്നാൽ അവൾക്ക് സബ്വേ ഗോസ്റ്റിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവളാണെങ്കിൽ അവിടെയെല്ലാം
അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആംബുലൻസ് വന്നിട്ട് ആ പെൺകുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതേസമയം സിയൂക്കിന്റെ അമ്മയെ നോക്കുന്ന ആ അമ്മുമ്മയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ അവരുടെ വീട്ടിലിരുന്ന് ഒരു ഡയറി എല്ലാം നോക്കുന്നു. ആ ഡയറിക്കകത്ത് മുഴുവൻ സബ്വേ ഗോസ്റ്റ് നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ് ഉള്ളത്. അവരെന്തിനാണ് ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നറിയില്ല. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് സബ്വേ പോലീസ് എല്ലാവരും ഇരുന്ന് പോക്കറ്റടിക്കാരെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂനിന് ഒരു കോള് വരുന്നത്. പാർട്ട്ണറാണ് വിളിച്ചത്. പാർട്ട്ണർ വിളിച്ച പാടെ യു ആണെങ്കിൽ ആ റൂമിൽ നിന്ന് മാറിയിട്ടാണ് സംസാരിക്കുന്നത്. യു സംസാരിക്കുന്ന എല്ലാം സിയുക്ക് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. ഇന്ന് രാത്രി അവൾ എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ രാത്രിയിൽ സിയുക്കും യുവും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് സിയുക്ക് ഉറങ്ങി എന്ന് വിചാരിച്ച യു അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ സിയുക്ക് ആണെങ്കിൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവൾ ഈ രാത്രിയിൽ ആരെങ്കിലും മീറ്റ് ചെയ്യാനായിരിക്കുമോ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് സിയുക്ക് അവിടെ കിടക്കുന്നു. എന്നാൽ യു ആണെങ്കിൽ നേരെ ചെല്ലുന്നത് പാർട്ട്ണറിന്റെ അടുത്തേക്കാണ്. അങ്ങനെ അവര് രണ്ടുപേരും ആ ടണലിനകത്തേക്ക് പോകുന്നു. ടണലിനകത്ത് പൂട്ടിക്കിടക്കുന്ന ആ റൂം അവര് തുറക്കുന്നു. എന്നാൽ ആ ഡോറ് തുറക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ്. എന്നാൽ ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട് എന്ന കാര്യമൊന്നും ഇവർക്കറിയില്ലായിരുന്നു. അങ്ങനെ അവര് രണ്ടുപേരും അവിടെയെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ ഒരുപാട് പേഴ്സുകൾ കിടക്കുന്നത് അവര് കാണുന്നത്. അവര് രണ്ടുപേരും അതെല്ലാം പരിശോധിക്കുന്നു. അവിടെ തന്നെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ അപകടം പറ്റിയ പെൺകുട്ടിയുടെ പേഴ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ അവളുടെ മാത്രം പേഴ്സ് അല്ലായിരുന്നു ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത്. അവളെ പോലെ തന്നെ സബ്വേ ഗോസ്റ്റ് നേരത്തെ ഉപദ്രവിച്ചു കൊന്ന ആൾക്കാരുടെ പേഴ്സ് ആയിരുന്നു ആ പെട്ടിയിൽ മുഴുവനും. അങ്ങനെ ഇത് തന്നെയാണ് സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡ് ഔട്ട് എന്നുള്ള കാര്യം അവര് മനസ്സിലാക്കി. യു പെട്ടെന്ന് തന്നെ ആ പെട്ടിയെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അവളുടെ ട്വിൻ സിസ്റ്ററിന്റെ പേഴ്സ് അതിനകത്തുണ്ടോ എന്നറിയാനാണ് അവൾ അവിടെയെല്ലാം പരിശോധിക്കുന്നത്. എന്നാൽ അവൾക്ക് അവളുടെ ട്വിൻ സിസ്റ്ററിന്റെ പേഴ്സ് മാത്രം അതിൽ നിന്ന് ലഭിക്കുന്നില്ല. അവൾ ഇപ്പോഴും ജീവനോടെ കാണും എന്നൊക്കെ പാർട്ട്ണറും പറയുന്നു. ആ സമയത്ത് തന്നെ ആ ഡോറിന്റെ അടുത്തേക്ക് സബ്വേ ഗോസ്റ്റ് എത്തി. ആരോ വന്ന് ആ ഡോറ് തുറന്നു എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി. അതേസമയം യുവും പാർട്ട്ണറും അവിടെയെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേഴ്സ് സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡ് ഔട്ടിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ സബ്വേ ഗോസ്റ്റ് ഒരു പോക്കറ്റ് അടിക്കാരനാണോ എന്നൊക്കെ അവര് സംശയിക്കുന്നു. സിയുക്കും യുവും അന്വേഷിക്കുന്നതെല്ലാം പുറകിൽ നിന്ന് സബ്വേ ഗോസ്റ്റ് കാണുന്നുണ്ടായിരുന്നു. സബ്വേ ഗോസ്റ്റ് ആണെങ്കിൽ അവര് കാണാതെ അവിടെ നിന്നും പോയി. അവിടെയാണെങ്കിൽ പൂട്ടിയ രീതിയിൽ മറ്റൊരു പെട്ടി കൂടെ ഉണ്ടായിരുന്നു. പാർട്ട്ണർ ആ പെട്ടിയും തുറന്നു നോക്കി. എന്നാൽ അതിനകത്ത് ഒരു റെഡ് ഷൂവും അതേപോലെ തന്നെ ഒരു ഫ്രോക്കും ആണ് ഉള്ളത്. ഈ ഫ്രോക്കിന്റെ ഒരു പീസാണ് നേരത്തെ തന്നെ യൂനിന് ആ ടണലിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെ അവരതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സബ്വേ ഗോസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം യു കാണുന്നത്. സബ്വേ ഗോസ്റ്റ് കൊന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ആ ചുമരിലുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ യൂനിന്റെ ട്വിൻ സിസ്റ്ററിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് കണ്ട് യു ഷോക്കായി. മരണപ്പെട്ട എല്ലാവരുടെ ഫോട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ തന്റെ സിസ്റ്റർ മരണപ്പെട്ട് കാണും എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. ആ ഫോട്ടോ എടുത്ത് അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. ഇത്രയും നാളും തന്റെ ട്വിൻ സിസ്റ്ററിന്റെ ബോഡി കിട്ടാഞ്ഞത് കൊണ്ട് തന്നെ അവൾ എവിടെയെങ്കിലും ജീവനോടെ കാണും എന്ന് യു പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഫോട്ടോ കണ്ടതോടെ തന്റെ സിസ്റ്റർ ജീവനോടെ കാണില്ല എന്ന് വിചാരിച്ച് അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. അങ്ങനെ പാർട്ട്ണർ അവളെ ആശ്വസിപ്പിച്ചിട്ട് തിരിച്ച് അവിടെ നിന്ന് കൊണ്ടുവരുന്നു. അതേസമയം സിയൂക്ക് ആണെങ്കിൽ യു എങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സിയൂക്ക് നോക്കുമ്പോൾ യൂനിന്റെ പേഴ്സ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ യു പുറത്തേക്ക് പോയി കാണില്ല എന്ന് അവൻ ഉറപ്പായി. അങ്ങനെ സിയൂക്ക് ആണെങ്കിൽ യൂനിനെ അവിടെയെല്ലാം അന്വേഷിക്കുന്നു. ആ സമയത്താണ് ടണലിലേക്ക് പോകുന്ന ഡോർ തുറന്നു കിടക്കുന്ന കാര്യം സിയൂക്ക് കാണുന്നത്. സിയൂക്കിന്റെ ഉള്ളിലാണെങ്കിൽ യു തന്നെ ഇത്ര നാള് പറ്റിക്കുമായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത വരുന്നു. ആ ഡോറിന്റെ കീ കാണാതായ സമയത്ത് അവിടെ എല്ലാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്വേഷിക്കുന്ന പോലെ കാണിച്ചിട്ട് തന്നെ ഇത്ര നാൾ അവൾ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ സിയൂക്ക് ഓർക്കുന്നു. ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് സിയൂക്ക് യൂനിനെ കാണുന്നത്. തന്നെ ഇത്ര നാൾ പറ്റിക്കുമായിരുന്നു, ഇതിനെല്ലാം എക്സ്പ്ലനേഷൻ തരണം എന്നൊക്കെ സിയൂക്ക് യൂനിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ യു ആണെങ്കിൽ ഒന്നും പറയാതെ തന്നെ ആ ഡോറിന്റെ കീ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ യു ഉള്ളത്. അതേസമയം പാർട്ട്ണർ ആണെങ്കിൽ നേരെ ചെല്ലുന്നത് അവരുടെ ഓഫീസിലേക്കാണ്. എക്സ് ഗേൾ ഫ്രണ്ടിനോട് സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡ് ഔട്ട് എവിടെയാണ് എന്നുള്ള കാര്യമെല്ലാം പറയുന്നു. അവർക്ക് ഡയറക്റ്റായി ആ ടണലിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. അന്ന് സബ്വേ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവിടെ എല്ലാം ചെക്ക് ചെയ്ത് ഒരു ഓഫീസർ ഇല്ലേ, ആ പുള്ളിയാണ് ടണലിലേക്ക് ആരെങ്കിലും കയറണമെങ്കിൽ പെർമിഷൻ കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം ആരാ ടണലിൽ കയറിയാലും അവർക്കെല്ലാം പണിഷ്മെന്റും കൊടുക്കും. സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡ് ഔട്ട് തങ്ങൾ കണ്ടുപിടിച്ച് എന്നൊന്നും അവര് പറയുന്നില്ല. പകരം സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡ് ഔട്ട് അവിടെയാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് അന്വേഷിക്കണം എന്നും പറഞ്ഞ് അവര് ഒരു ലെറ്റർ അയാൾക്ക് അയക്കുന്നു. അങ്ങനെ പെർമിഷൻ കിട്ടിയ പാടെ സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡ് ഔട്ടിലേക്ക് എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ടീം എത്തി. ഇവരാണല്ലോ സബ്വേ ഗോസ്റ്റിന്റെ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഡീറ്റെയിൽസ് എടുക്കുന്നതും അവര് തന്നെയാണ്. ഈ ഹൈഡ് ഔട്ട് അവര് കണ്ടുപിടിച്ചെങ്കിലും ഇതൊന്നും ഇപ്പോഴേ അവര് ന്യൂസ് ആക്കുന്നില്ല. ആ ഓഫീസേഴ്സ് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. കാര്യം പബ്ലിക് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ അവരെല്ലാം പാനിക് ആവില്ലേ. പിന്നീട് ആരും തന്നെ സബ്വേയിലേക്ക് വരുത്തതുമില്ല. അതുകൊണ്ടാണ് ഇവരൊന്നും ഇപ്പോഴേ ഇത് ന്യൂസ് ആക്കാത്തത്. അങ്ങനെ അവിടെ നിന്ന് ലഭിച്ച എല്ലാ സാധനങ്ങളും DNA ടെസ്റ്റിനായി അവർ അയക്കുന്നു. അതേസമയം സിയൂക്കിന്റെ അമ്മയെ നോക്കുന്ന ആ അമ്മൂമ്മയില്ലേ, അവരാണെങ്കിൽ പുറത്തേക്ക് പോകാനായി ഒരുങ്ങുന്നു. അവരാണെങ്കിൽ ഷൂ ഇടുന്ന സമയത്ത് അവരുടെ ഷൂവിനടുത്ത് മറ്റൊരു ചുമല ഷൂ നമുക്ക് കാണാം.
ഇതേപോലെ തന്നെ ഇരിക്കുന്ന റെഡ് ഷൂ ആണ് സബ്വേ ഗോസ്റ്റിന്റെ പെട്ടിയിൽ നിന്ന് നമ്മൾ കണ്ടത്. ഈ അമ്മൂമ്മയും സബ്വേ ഗോസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അതേസമയം എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ചീഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്. കാര്യങ്ങളുടെ എല്ലാം അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് എക്സ് ഗേൾഫ്രണ്ട് ചീഫിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ആ സമയത്താണ് യൂനിന്റെ സിസ്റ്ററിനെ കാണാനില്ലെന്നും അവളുടെ ബോഡി ഇതുവരെ ലഭിച്ചില്ല എന്നുള്ള കാര്യമെല്ലാം എക്സ് ഗേൾഫ്രണ്ട് ചീഫിനോട് പറയുന്നത്. അപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം ചീഫും അറിയുന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് അവളെയും കൂടെ നിങ്ങളുടെ ടീമിൽ ചേർക്കണം എന്നൊക്കെ ചീഫ് പറയുന്നു. അവിടെ നിന്ന് എക്സ് ഗേൾഫ്രണ്ട് നേരെ ചെല്ലുന്നത് സബ്വേ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ എല്ലാരും തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ സിയുക്കും യുവും മിണ്ടുന്നതേ ഇല്ല. ആ സമയത്താണ് അങ്ങോട്ടേക്ക് എക്സ് ഗേൾഫ്രണ്ടും കയറി വരുന്നത്. അവളാണെങ്കിൽ യൂനിനെ ഒരു റൂമിലേക്ക് മാറ്റിയിരുത്തി സംസാരിക്കുന്നു. സബ്വേ ഗോസ്റ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നീ ഇനി ഞങ്ങളുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യണം എന്നൊക്കെ എക്സ് ഗേൾഫ്രണ്ട് പറയുന്നു. യൂനും അതെല്ലാം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ ഇനി മുതൽ യു തങ്ങളുടെ ടീമിലായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം സിയൂക്കിനോട് പറയുന്നു. എന്നാൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് സിയൂക്കിന് മനസ്സിലാവുന്നില്ല. സിയൂക്ക് ആണെങ്കിൽ അവളോട് കാര്യങ്ങളെല്ലാം തിരക്കുന്നു. എന്നാൽ നീ നിന്റെ പാർട്ട്ണറിനോട് തന്നെ ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ എക്സ് ഗേൾഫ്രണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ യു ആണെങ്കിൽ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു. സിയൂക്ക് അവളോട് കാരണമെല്ലാം തിരക്കി. എനിക്ക് എത്രയും പെട്ടെന്ന് സബ്വേ ഗോസ്റ്റിനെ പിടിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടീമിലേക്കാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ കേസിൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാലോ. ഞാനാണെങ്കിൽ ഇതിനെപ്പറ്റി കുറച്ചൊക്കെ ഇൻവെസ്റ്റിഗേഷനും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ സഹായിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് യു ആ പെട്ടിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അവൾ നേരെ ചെല്ലുന്നത് എക്സ് ഗേൾഫ്രണ്ടിന്റെ ഒക്കെ ഓഫീസിലേക്കാണ്. 2 വർഷമായി അവൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ എവിഡൻസും അവൾ അവർക്ക് നൽകി. തന്റെ സിസ്റ്ററിനെ കാണാതായ സമയത്ത് തന്നെ അവളെ അന്വേഷിച്ചായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ തനിക്ക് വരില്ലായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നു. ഇത് കേട്ടിട്ടാണെങ്കിൽ എക്സ് ഗേൾഫ്രണ്ടിന് ആകെപ്പാടെ ദേഷ്യം വരുന്നു. നിന്റെ സിസ്റ്ററിനെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? അന്ന് തന്നെ ഞങ്ങൾ അവളെ കുറിച്ച് അന്വേഷിച്ചതാണ്. ശരിക്കും നീ അവളെ ഉപേക്ഷിച്ചതല്ലായിരുന്നോ? അതിന്റെ തെളിവും എന്റെ കയ്യിലുണ്ട്. എന്നാൽ ഞാൻ ഈ തെളിവാണെങ്കിൽ ഇന്നേ വരെ ആരെയും കാണിച്ചിട്ടില്ല. നിന്നെ ആരും കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെളിവ് ആരെയും കാണിക്കാതിരുന്നത്. ശരിക്കും നീ തന്നെയല്ലേ നിന്റെ സിസ്റ്ററിനെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നും വന്നത് എന്നൊക്കെ ചോദിച്ച് എക്സ് ഗേൾഫ്രണ്ട് യൂനിനോട് ദേഷ്യപ്പെടുന്നു. ആ ഫുട്ടേജ് ആണെങ്കിൽ പാർട്ണറും കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണെന്ന് അവനും അവളോട് തിരക്കുന്നു. യു ആണെങ്കിൽ അവിടെ നിന്ന് കരയുന്നു. ഇത് കണ്ട് എല്ലാരും അവിടെ നിന്ന് പോകുന്നു. ആരും തന്നെ അവളെ ഒന്നും മനസ്സിലാക്കുന്നു പോലുമില്ല. തന്റെ ട്വിൻ സിസ്റ്ററിനോട് വഴക്കിട്ടിട്ട് ആ ദേഷ്യത്തിന്റെ പുറത്ത് അവൾ ആ ട്രെയിനിൽ നിന്ന് ഒന്നിറങ്ങിയതായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ട്രെയിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ആ ട്രെയിൻ പോയതിനു ശേഷമാണ് തനിക്ക് ഒരു തെറ്റുപറ്റി എന്നുള്ള കാര്യം അവൾ തിരിച്ചറിയുന്നത്. അവൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റോപ്പിലെത്തി അവളുടെ ട്വിൻ സിസ്റ്ററിനെ അവിടെയെല്ലാം അന്വേഷിച്ചിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവളെ കാണാതായി കഴിഞ്ഞിരുന്നു. തന്റെ തെറ്റുകൊണ്ട് തന്നെയാണ് തന്റെ ട്വിൻ സിസ്റ്ററിനെ കാണാതായത് എന്നൊരു കുറ്റബോധം അവളുടെ മനസ്സിലുണ്ട്. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ടും പാർട്ട്ണറും മറ്റേ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ട് രക്ഷപ്പെട്ട് സബ്വേ ഗോസ്റ്റിന്റെ ഫൂട്ടേജ് എല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫൂട്ടേജ് യുവും കാണുന്നുണ്ടായിരുന്നു. തന്നെയും ഇയാൾ ഫോളോ ചെയ്തു എന്നുള്ള കാര്യം അവരോട് പറയുന്നു. അത് മാത്രമല്ല ആ 3 പോക്കറ്റ് അടിക്കാരിൽ ഒരാളാണ് സബ്വേ ഗോസ്റ്റ് എന്നൊരു സംശയം തനിക്കുണ്ട് എന്നൊക്കെ യു പറയുന്നു. അങ്ങനെ ആ 3 പോക്കറ്റ് അടിക്കാരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എക്സ് ഗേൾഫ്രണ്ടും പാർട്ട്ണറും സബ്വേ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ആ സമയത്ത് അവരുടെ 3 പേരുടെ ഫോട്ടോ എടുത്ത് ലുക്ക്ഔട്ട് നോട്ടീസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സബ്വേ പോലീസ്. ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് എക്സ് ഗേൾഫ്രണ്ടും പാർട്ട്ണറും എത്തിയത്. ഈ 3 പേരുമാണോ സബ്വേ ഗോസ്റ്റ് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തോളാം എന്നും പറഞ്ഞ് അവര് ആ പോസ്റ്റർ അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് പോകുന്നത്. ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് ചെക്ക് ചെയ്യുന്ന ഓഫീസറിലെ പുള്ളി വരുന്നതും. ടണലിലേക്ക് കയറുന്ന കീ ആണെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തോ എന്നും ചോദിച്ചുകൊണ്ടാണ് പുള്ളി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ കീ ഉള്ളത് സിയൂക്കിന്റെ കയ്യിൽ തന്നെയല്ലേ. അവൻ അതെടുത്ത് അയാളെ കാണിക്കുന്നുണ്ട്. എന്നാലും ആ പുള്ളിക്ക് എന്തൊരു ഡൗട്ട് ഉള്ളതുപോലെ. അയാളാണെങ്കിൽ നേരെ ചെല്ലുന്നത് ചീഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ചീഫിനെ കണ്ടിട്ട് ആരും ആ ടണലിൽ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം അയാൾ പറയുന്നു. അവർക്കാരും തന്നെ ഇതുവരെ സിയൂക്കും യുവും പാർട്ട്ണറും ആ ടണലിൽ കയറി എന്നുള്ള കാര്യം അറിയില്ല. സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡൌട്ട് അവിടെയാണോ എന്നൊരു സംശയമുണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ആണ് അവർ മേടിച്ചതും. എന്നാൽ ശരിക്കും അത് സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡൌട്ട് ആണെന്ന് അവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. എന്നാൽ അവരാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ടണലിലേക്ക് കയറിയതിന് അവരെ പണിഷ്മെന്റ് ചെയ്യും. എന്നാൽ ഈ പുള്ളിക്കാണെങ്കിൽ അവരെല്ലാം നല്ല സംശയമുണ്ട്. അങ്ങനെ അതെല്ലാം അന്വേഷിക്കണം എന്നൊക്കെ ചീഫിനോട് അയാൾ പറയുന്നു. അങ്ങനെ ചീഫാണെങ്കിൽ സിയൂക്കിനെ യൂനിനെ വിളിച്ചു വരുത്തി ആരാണ് ടണലിൽ കയറിയത് എന്നൊക്കെ അവര് തിരക്കുന്നു. സിയൂക്ക് ആണെങ്കിൽ താൻ മാത്രമാണ് ആ ടണലിൽ കയറിയത് എന്ന് പറയുന്നു. എന്നാൽ യു അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്. താൻ മാത്രമാണ് ടണലിൽ കയറിയത് എന്ന് യുവും പറയുന്നു. അങ്ങനെ അവര് രണ്ടുപേരും ആ ടണലിൽ കയറിയിട്ടുണ്ട് എന്ന കാര്യം ചീഫിനും മനസ്സിലാവുന്നു. ചീഫ് ആണെങ്കിൽ രണ്ടുപേർക്കും പണിഷ്മെന്റ് കൊടുക്കുന്നു. രണ്ടുപേർക്കും സസ്പെൻഷൻ ലഭിക്കേണ്ട തെറ്റാണ്. എന്നാലും യു ആണെങ്കിൽ സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡൌട്ട് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് 3 മാസം സാലറി കട്ടാണ്. അതേപോലെ സിയൂക്കിനാണെങ്കിൽ 3 മാസം സസ്പെൻഷനും. സിയൂക്ക് അവളുടെ ക്യാപ്റ്റനായിട്ടും അവളെ ആ ടണലിലേക്ക് ഇറക്കി വിട്ടത് കൊണ്ടാണ് സിയൂക്കിന് 3 മാസം സസ്പെൻഷൻ കൊടുക്കുന്നത്. സിയൂക്കിനാണെങ്കിൽ അമ്മയുടെ ചികിത്സയ്ക്കായി ഒരുപാട് പണം വേണം. ഇപ്പോൾ സസ്പെൻഷൻ ആയി കഴിഞ്ഞാൽ അവൻ ഇനി എങ്ങനെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല. ഇതെല്ലാം ആണെങ്കിൽ യു കാരണമല്ലേ. യു ആണെങ്കിൽ സിയൂക്കിനോട് സോറി
സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. സിയൂക്ക് നേരെ എത്തുന്നത് തന്റെ ഓഫീസിലേക്കാണ്. സിയൂക്ക് അവന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു. കൊളീഗ്സിനാണെങ്കിൽ അവൻ പോകുന്നതിൽ നല്ല വിഷമവും ഉണ്ട്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ സബ്വേ ഗോസ്റ്റിനെ പറ്റിയുള്ള നോട്ടീസ് എല്ലാം അവിടെ പതിപ്പിക്കുന്നു. അതായത് ഈ 3 പേരെയാണ് സംശയം എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസാണ് അവിടെയെല്ലാം ഒട്ടിക്കുന്നത്. ഈ നോട്ടീസ് ആണെങ്കിൽ ആ 3 പോക്കറ്റ് അടിക്കാനും കാണുന്നുണ്ടായിരുന്നു. അവര് 3 പേരും ആകെപ്പാട് ടെൻഷനിലാണ് ഇരിക്കുന്നത്. ഇവരിൽ ആരെങ്കിലും ആയിരിക്കോ സബ്വേ ഗോസ്റ്റ് എന്നൊക്കെ ഓർത്ത് അവർ ആകെപ്പാട് പേടിക്കുന്നു. എന്നിരുന്നാലും തങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോലീസുകാർ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് അവർ ഓർക്കുന്നു. എന്നാൽ അതേസമയം ഈ മൊട്ടയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. അവനാണെങ്കിൽ അവിടെയുള്ള ഒരു കണ്ണാടി ഇടിച്ചു പൊട്ടിക്കുന്നു. അവര് നമ്മളെ കൊടുക്കാനാണ് നോക്കുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം അവര് കണ്ടുപിടിക്കും. അതിനുശേഷം പോക്കറ്റ് അടിച്ചതിനെല്ലാം പകരം സബ്വേ ഗോസ്റ്റ് എന്ന രീതിയിലായിരിക്കും അവര് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് വിയറ്റ്നാമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണം എന്നും പറഞ്ഞ് ആ മൊട്ടയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അവന്റെ ഈ പ്രവൃത്തികൾ കണ്ടിട്ട് ഇവര് രണ്ടുപേരും ആകെപ്പാട് പേടിക്കുന്നുണ്ട്. ഇവനായിരിക്കും ആ സൈക്കോ. ഇവന്റെ സ്വഭാവം കണ്ടാൽ തന്നെ അറിയാം ഇവൻ തന്നെയാണ് സൈക്കോ എന്ന്. ഇവന്റെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇവനില്ലാതെ നമുക്ക് ഈ രാജ്യം വിടാം എന്നൊക്കെ ഇവര് രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നു. അതേസമയം നമ്മുടെ കൊളീഗ്സ് ആണെങ്കിൽ സബ്വേ ഗോസ്റ്റിന്റെ CCTV ഫുട്ടേജ് എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ അവർക്ക് യൂണിനെ ഫോളോ ചെയ്യുന്നത് സബ്വേ ഗോസ്റ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവരാണെങ്കിൽ ഈ കാര്യം സിയൂക്കിനെ വിളിച്ച് പറയുന്നുണ്ട്. സിയൂക്ക് ആണെങ്കിൽ അമ്മയുടെ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. അവൻ അങ്ങനെ ആ ഫുട്ടേജ് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ 3 പോക്കറ്റ് അടിക്കാരില്ലേ അതിൽ 3-മൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ. അവനാണെങ്കിൽ ഈ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറിനെ കയറി കാണുന്നുണ്ട്. അവന് മാനസികമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള മെഡിസിൻസ് കുറച്ച് കൂടുതൽ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോ അവര് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതല്ലേ, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ മെഡിസിൻസ് അവൻ മേടിച്ചു വെക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ ആ ഡോക്ടറിനെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ആ സമയത്താണ് സിയൂക്കിനെ നോക്കുന്ന അമ്മൂമ്മ ആ 3-മനെ കാണുന്നത്. അവൻ നടന്നു പോകുന്നതാണ് അവര് കാണുന്നത്. സിയൂക്കിന്റെ അമ്മ അവിടെ ഉപേക്ഷിച്ചിട്ട് അവര് പെട്ടെന്ന് തന്നെ അവന്റെ പുറകിന് ഓടുന്നു. എന്നാൽ ഇതെല്ലാം അവിടെ നിന്ന് സിയൂക്കും കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ആ 3-മന്റെ മുഖമൊന്നും അവൻ കാണുന്നില്ല. തന്റെ അമ്മയെ നോക്കാൻ ഏൽപ്പിച്ച ആള് ആരുടെ പുറകിന് ഓടുന്നത് മാത്രമാണ് അവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവനും അവരുടെ പുറകിനോടി അവരെ പിടിച്ചു നിർത്തുന്നു. എന്താ കാര്യം എന്നെല്ലാം അവൻ തിരക്കി. തനിക്കറിയാവുന്ന ആരോ ആണെന്ന് വിചാരിച്ചാണ് താൻ അവരുടെ പുറകിനോടിയത് എന്നും പറഞ്ഞ അമ്മൂമ്മ അവിടെ നിന്ന് പോകുന്നു. ആ സമയത്താണ് താൻ ഇതുവരെ തുറക്കാത്ത ഒരു വോയിസ് മെയിലിന്റെ നോട്ടിഫിക്കേഷൻ അവന് വരുന്നത്. അത് വേറെ ആരുമല്ല, അന്ന് യു അയച്ചൊരു വോയിസ് മെയിലില്ലേ ആ വോയിസ് മെയിലിന്റെ തന്നെ നോട്ടിഫിക്കേഷൻ ആണ്. അങ്ങനെ സിയൂക്ക് ആ വോയിസ് മെയിൽ കേൾക്കുന്നു. എനിക്ക് നിന്റെ സൈഡിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാം എന്നൊക്കെ യു ആ വോയിസ് മെയിലിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് സിയൂക്ക് ആകെപ്പാട് ഷോക്കായി നിൽക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് യൂനിന്റെ ഫ്രണ്ട് എത്തിയത്. യൂനിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും താൻ പറയാം എന്ന് ഫ്രണ്ട് പറയുന്നു. അങ്ങനെ ഫ്രണ്ട് ആണെങ്കിൽ സിയൂക്കിന്റെ ട്വിൻ സിസ്റ്ററിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവനോട് പറയുന്നു. അവൾക്കാണെങ്കിൽ ആകെ ഉണ്ടായിരുന്ന ഫാമിലി അവളുടെ ട്വിൻ സിസ്റ്റർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ട്വിൻ സിസ്റ്ററും അവളുടെ കൂടെ ഇല്ല. അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഫ്രണ്ട് ആണെങ്കിൽ സിയൂക്കിനോട് പറയുന്നു. ഇത് കേട്ടിട്ടാണെങ്കിൽ സിയൂക്ക് പെട്ടെന്ന് തന്നെ യൂനിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അവളാണെങ്കിൽ എന്തുമാത്രം വിഷമങ്ങളിൽ കൂടെയാണ് കടന്നു പോയത് എന്നൊക്കെ ഓർത്തിട്ട് സിയൂക്കിന് ആകെപ്പാടെ വിഷമമാവുന്നു. അങ്ങനെ സിയൂക്ക് നേരെ എത്തിയിരിക്കുന്നത് എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ഓഫീസിലേക്കാണ്. അവിടെയാണല്ലോ ഇപ്പോൾ യു ഉള്ളത്. യു ആണെങ്കിൽ അവിടെ ഇരുന്ന് ജോലിയെല്ലാം ചെയ്യുന്നത് സിയൂക്ക് കാണുന്നു. എന്നാലും സിയൂക്ക് അവളോട് പോയി സംസാരിക്കുന്നില്ല. അപ്പോഴാണ് ആ ബോർഡിൽ യൂനിന്റെ ട്വിൻ സിസ്റ്ററിന്റെ ഫോട്ടോ ഇരിക്കുന്നത് സിയൂക്ക് കാണുന്നത്. സിയൂക്ക് നേരെ വന്ന എക്സ് ഗേൾ ഫ്രണ്ടിനെ വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലേ? ഇത് അവളുടെ ട്വിൻ സിസ്റ്റർ അല്ലേ? ഇത് ഓരോ വട്ടം കാണുമ്പോഴും അവൾ വിഷമിക്കത്തില്ലേ? നീ എന്തിനാണ് ഇത്രയൊക്കെ ക്രൂരത അവളോട് ചെയ്യുന്നത് എന്നൊക്കെ സിയൂക്ക് തിരക്കുന്നു. ഞാൻ അവളോട് കാണിച്ചത് ക്രൂരതയാണെങ്കിൽ നീ എന്നോട് എന്താണ് കാണിച്ചത്? ഒരു വാക്കുപോലും പറയാതെയാണ് നീ അന്ന് ബ്രേക്കപ്പ് ആയി പോയത്. ഇതുവരെയായിട്ടും ആ റീസൺ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതിൽ നിന്നും ഞാൻ ഇതുവരെ മൂവ് ഓണും ആയിട്ടില്ല. അപ്പോൾ എന്നോട് ചെയ്തതിനൊന്നും ഒരു കുഴപ്പമില്ലേ എന്നൊക്കെ എക്സ് ഗേൾ ഫ്രണ്ട് തിരക്കുന്നു. സിയൂക്ക് ആണെങ്കിൽ അവളോട് സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഇരുന്നൊരു ഓഫീസർ ആണെങ്കിൽ യു ട്വിൻ സിസ്റ്ററിനെ ഉപേക്ഷിച്ചില്ല ആ ഫുട്ടേജ് എല്ലാം സിയൂക്കിനെ കാണിച്ചു കൊടുക്കുന്നത്. എന്നാലും സിയൂക്ക് ആ ഫുട്ടേജ് എല്ലാം കണ്ടതിന് ശേഷം യൂനിനെ കുറ്റപ്പെടുത്തിയൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് അവളുടെ മാനസികാവസ്ഥ അറിയില്ല. അവൾ ചെയ്തൊരു തെറ്റിന് അവൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അവൾ ഒരിക്കലും മനഃപൂർവ്വം ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് സിയൂക്ക് ആണെങ്കിൽ യൂനിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം അവിടെ നിന്ന് യുവും കേൾക്കുന്നുണ്ടായിരുന്നു. ഒരാളെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് യൂനിന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അതേസമയം എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു. സിയൂക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത് യൂനിനെയല്ലേ? ആ വിഷമത്തിലാണ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോയത്. അങ്ങനെ സിയൂക്ക് ആണെങ്കിൽ അവിടെ നിന്ന് യൂനിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. യൂനിനെ കൊണ്ട് നേരെ ചെല്ലുന്നത് അവളുടെ വീട്ടിലേക്കാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടുപേരും ഡ്രിങ്ക്സും അടിക്കുന്നുണ്ട്. യു ആണെങ്കിൽ ആദ്യം തന്നെ ഫിറ്റ് ആയി പോയി. അങ്ങനെ സിയൂക്ക് ആണെങ്കിൽ അവളെ കിടത്താൻ വേണ്ടിയിട്ട് അകത്തേക്ക് എടുത്തോണ്ട് പോകുന്നു. എന്നാൽ അവനാണെങ്കിൽ അവളുടെ റൂം നോക്കുമ്പോൾ അവിടെ മുഴുവൻ ട്വിൻ സിസ്റ്ററിന്റെ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൻ അവളെ
അവളെ അവിടെ കിടത്തുന്നില്ല. പകരം ഹോളിലെ സോഫയിലാണ് അവളെ കിടത്തുന്നത്. അവനാണെങ്കിൽ തറയിലുമാണ് കിടക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ യു ആണ് എണീക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഫിറ്റായ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് അവൾക്ക് ആകെപ്പാട് ചമ്മലാവുന്നു. യു എണീക്കുന്നതിന് മുന്നേ തന്നെ അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകണം എന്നും വിചാരിച്ച് പതുക്കെ അവിടെ നിന്ന് എണീക്കുന്നു. ഒരു ശബ്ദം ഉണ്ടാക്കാതെ അവൾ അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും സിയൂക്ക് എണ്ണീറ്റിരുന്നു. സിയൂക്കാണെങ്കിൽ അവളെ വിളിച്ചോണ്ട് പോകുന്നത് അവളുടെ റൂമിലേക്ക് തന്നെയാണ്. ആ ചുമരിന്റെ അവിടെ അവൻ ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നു. ആവശ്യമുള്ളപ്പോൾ മാത്രം അതിൽ നോക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവിടെ ഒരു കർട്ടൻ ഇട്ടത്. നീ കുറച്ചെങ്കിലും നിന്നെ നോക്കണം എന്നും പറഞ്ഞിട്ട് സിയൂക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ സിയൂക്കും യുവും നേരെ ചെല്ലുന്നത് എക്സ് ഗേൾഫ്രണ്ടിന്റെ ഓഫീസിലേക്കാണ്. ഇപ്പോൾ സിയൂക്കിന് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ അവന് ഇപ്പോൾ അവന്റെ ഓഫീസിലേക്ക് പോവണ്ട. യൂനിനെ ആരും ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിയൂക്ക് ആണെങ്കിൽ യൂനിനെ ഓഫീസിലേക്ക് കൊണ്ടുവിടുന്നത്. അങ്ങനെ ഓഫീസിലെത്തിയ യൂനിന്റെ അടുത്തേക്ക് എക്സ് ഗേൾഫ്രണ്ട് വരുന്നു. മരണപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികളുടെ DNA ഈ ഡ്രസ്സിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവര് DNA ടെസ്റ്റ് നടത്തിയിരുന്നു. എന്നാൽ അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ മരണപ്പെട്ട ഒരു പെൺകുട്ടികളുടെ DNA ഈ ഫ്രോക്കിലില്ല. ഇനി ഇതിൽ ഒരു പക്ഷേ യൂനിന്റെ ട്വിൻ സിസ്റ്ററിന്റെ DNA കാണാം. അതുകൊണ്ട് തന്നെ ട്വിൻ സിസ്റ്ററിന്റെ കൂടെ DNA ടെസ്റ്റ് നടത്തണം എന്നൊക്കെ എക്സ് ഗേൾഫ്രണ്ട് പറയുന്നു. ഇവര് രണ്ടുപേരും ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും സെയിം DNA ആയിരിക്കും. അതുകൊണ്ട് തന്നെ യൂനിന്റെ സാമ്പിൾ കൊടുക്കാനാണ് എക്സ് ഗേൾഫ്രണ്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ യു ആണെങ്കിലും അവളുടെ സാമ്പിൾ നൽകുന്നുണ്ട്. ഇനി ഇതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിനെപ്പറ്റി സംസാരിച്ചാൽ മതി എന്നൊക്കെ എക്സ് ഗേൾഫ്രണ്ട് പറയുന്നു. അതേസമയം നമ്മുടെ 3 പോക്കറ്റ് അടിക്കാരെ കാണിക്കുന്നു. ഈ മൂന്നാമനെ നമുക്കിനി കൊച്ചുപയ്യൻ എന്ന് വിളിക്കാം. ഈ കൊച്ചുപയ്യനും മൊട്ടയുമാണെങ്കിൽ ആരാണ് സബ്വേ ഗോസ്റ്റ് എന്നും പറഞ്ഞിട്ട് അവർ വഴക്ക് കൂടുന്നു. മൊട്ട പറയുന്നത് കൊച്ചുപയ്യനാണ് സബ്വേ ഗോസ്റ്റ് എന്ന്. കൊച്ചുപയ്യനാണെങ്കിൽ മൊട്ടയുമാണ് സംശയം. ഇവനെ തന്നെ നമുക്കിനി ബോസ് ആക്കാം. ബോസ് ആണെങ്കിൽ അവരെ രണ്ടുപേരും സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയായിരിക്കും പോലീസുകാർക്കും വേണ്ടത്. നമ്മൾ തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ടായിരിക്കും അവര് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. ഈ സമയത്ത് നമുക്ക് 3 പേർക്കും പരസ്പരം വിശ്വസിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവാം എന്നൊക്കെ ബോസ് പറയുന്നു. അങ്ങനെ ഈ മൊട്ടയാണെങ്കിൽ ഇന്ന് രാത്രി 6 മണിക്ക് ഇവിടെ നിന്ന് ഒരു ഷിപ്പ് എടുക്കുന്നുണ്ട് എന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. അവർക്കാണെങ്കിൽ ഫ്ലൈറ്റ് ത്രൂ എങ്ങോട്ടേക്കും പോവാൻ ഇപ്പോൾ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഷിപ്പിൽ കയറി എങ്ങോട്ടേലും പോവാം എന്നാണ് അവർ 3 പേരും പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ അവർക്കാണെങ്കിൽ ഈ സ്ഥലത്തിരിക്കുന്നത് അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ 3 പേരും 3 സ്ഥലത്തേക്കായി പോകുന്നു. 6 മണിയാവുന്ന സമയത്ത് പോർട്ടിലേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് അവർ 3 പേരും അവിടെ നിന്ന് പിരിയുന്നത്. ബോസ് ആണെങ്കിൽ അവിടെ വന്നിറങ്ങിയ ഒരു കപ്പിൾസിന്റെ കാറിന്റെ കീ മോഷ്ടിച്ചിട്ട് ആ കാറുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. കൊച്ചുപയ്യനാണെങ്കിൽ റോഡിൽ കൂടെ നടക്കുന്ന സമയത്താണ് അവന് തലയ്ക്ക് എന്തോ ഒരു ഭാരം പോലെ അനുഭവപ്പെട്ടത്. അവന് മാനസികമായി പ്രശ്നമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതായിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല. അതുവഴി വന്ന ഒരു വണ്ടിയുടെ പുറകിലേക്കാണെങ്കിൽ അവൻ ഓടിച്ചെന്ന് കയറുന്നു. അതേസമയം മൊട്ടയാണെങ്കിൽ ഒരു ഗ്യാങ്സ്റ്ററിന്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പോലീസ് വന്ന് പിടിക്കാതിരിക്കാനുള്ള സേഫ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് അത് എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവിടെ വന്നിരിക്കുന്നത്. അതേസമയം നമ്മുടെ സിയൂക്കാണെങ്കിൽ ചീഫായിട്ടിരുന്ന് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിയൂക്കിനെ സസ്പെൻഡ് ചെയ്തതിൽ അവർക്ക് നല്ല വിഷമമുണ്ട്. ടണലിൽ കയറിയത് കൊണ്ട് തന്നെ അവർക്ക് പണിഷ്മെന്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചീഫിന് അവന് 3 മാസത്തെ സസ്പെൻഷൻ കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ അവര് ഡ്രിങ്ക്സ് അടിച്ച് അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മൊട്ടയാണെങ്കിൽ ഡ്രിങ്ക്സ് മേടിക്കാനായി ഒരു കടയിലേക്ക് എത്തുന്നു. അപ്പോഴാണ് അവിടെ ഇരുന്ന സ്ത്രീക്ക് ഇത് പോക്കറ്റ് അടിക്കാരനാണ് എന്ന കാര്യം മനസ്സിലായത്. അവളുടെ കയ്യിൽ ആ നോട്ടീസും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇവനെ കണ്ട് ആകെപ്പാട് പേടിക്കുന്നുണ്ട്. അതേസമയം മൊട്ടയാണെങ്കിൽ അവന്റെ പോക്കറ്റിലേക്ക് കൈയിടുന്നു. ഈ സ്ത്രീയാണെങ്കിൽ ആകെപ്പാട് പേടിച്ചു പോകുന്നു. എന്നാൽ മൊട്ടയാണെങ്കിൽ അവന്റെ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോക്കറ്റിലേക്ക് കൈയിട്ടത്. അത് കാണുമ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും ഒന്ന് ആശ്വാസമാവുന്നത്. അങ്ങനെ ആ മൊട്ട അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവരാണെങ്കിൽ എക്സ് ഗേൾഫ്രണ്ടിന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു. എന്നാൽ അവർ എത്ര വിളിച്ചിട്ടും ആരും തന്നെ കോൾ എടുക്കുന്നില്ല. കാരണം ഇപ്പോൾ ഓഫീസിൽ ആരും തന്നെ ഇല്ല. അങ്ങനെ അവരാണെങ്കിൽ നേരെ സിയൂക്കിനെയാണ് വിളിക്കുന്നത്. സിയൂക്ക് ആണെങ്കിൽ നമ്മുടെ ചീഫിന്റെ കൂടെയല്ലേ ഇരിക്കുന്നത്. അവരാണെങ്കിൽ കാര്യങ്ങളെല്ലാം സിയൂക്കിനോട് പറയുന്നു. സിയൂക്ക് പെട്ടെന്ന് തന്നെ എക്സ് ഗേൾഫ്രണ്ടിനെ പാർട്ട്ണറിനെ എല്ലാം വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ കോൾ എടുക്കുന്നില്ല. അങ്ങനെ സിയൂക്ക് തന്നെ അങ്ങോട്ടേക്ക് പോവാം എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ അവന്റെ കൂടെ ഇപ്പോൾ ചീഫ് ഇല്ലേ. ചീഫ് ആണെങ്കിൽ ആദ്യം അവനെ ഒന്ന് തടയുന്നുണ്ട്. എന്നാൽ സിയൂക്ക് ആണെങ്കിൽ ചീഫിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചീഫിന്റെ സമ്മതത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുന്നു. അതേസമയം തന്നെയാണ് എക്സ് ഗേൾഫ്രണ്ടും പാർട്ട്ണറും യുവും എല്ലാം ഓഫീസിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് കൊച്ചുപയ്യനെ ആരോ കണ്ട് എന്നും പറഞ്ഞ ഡീറ്റെയിൽസ് അവർക്കും ലഭിക്കുന്നത്. സിയൂക്ക് ആണെങ്കിൽ മൊട്ട അന്വേഷിച്ചു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യവും അവർ മനസ്സിലാക്കി. അങ്ങനെ പെട്ടെന്ന് തന്നെ പാർട്ട്ണറും സിയൂക്കിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് മൊട്ട അന്വേഷിക്കാനായി പോകുന്നത്. അതേസമയം എക്സ് ഗേൾഫ്രണ്ടും യു ആണെങ്കിൽ കൊച്ചുപയ്യനെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ സിയൂക്കും പാർട്ട്ണറും നേരെ ചെല്ലുന്നത് ഗ്യാങ്സ്റ്ററിന്റെ അടുത്തേക്കാണ്. പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഒരു മുട്ടൻ ഫൈറ്റ് തന്നെ നടക്കുന്നു. എന്നാൽ മൊട്ടയാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. അതേസമയം എക്സ് ഗേൾഫ്രണ്ടിനെ യൂനിനെ നോക്കുവാണെങ്കിൽ അവരാണെങ്കിൽ ഇപ്പോഴും ആ കൊച്ചുപയ്യനെ തപ്പി നടക്കുവാണ്. അങ്ങനെ അവിടെ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വീടിനകത്ത് കൊച്ചുപയ്യനെ പോലെ ആരോ നിൽക്കുന്നതായിട്ട് യൂനിന് തോന്നിയത്. യു ആണെങ്കിൽ ഒന്നും നോക്കിയില്ല. അവിടെ ഇരിക്കുന്ന ഒരു കല്ലുവെടുത്ത് ആ ജനല് തല്ലു പൊട്ടിക്കുന്നു.
കാണിക്കുന്നു. അതിൽ കൂടെ അവര് നോക്കുമ്പോൾ കൊച്ചുപയ്യനാണ് അകത്തിരിക്കുന്നത്. എന്നാൽ അവനാണെങ്കിൽ ഇപ്പോൾ ആകെപ്പാടെ മാറിയിരിക്കുന്നു. ഒരു കണ്ണാടിയെല്ലാം വെച്ച് ഹെയർ സ്റ്റൈൽ എല്ലാം മാറ്റിയാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അവൻ അവിടെ വെറുതെ ഇരിക്കുകയല്ല, ആ വീടിന്റെ ഓണറിനെ കെട്ടിയിട്ടിട്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ട് യുവും ആ കഥ തുറന്ന് അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവനാണെങ്കിൽ ആ ജനൽ പൊട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവര് മൂന്നുപേരും ഓടിയെത്തുന്നത് ആ പോർട്ടിലേക്കാണ്. അവര് മൂന്നുപേരും പരസ്പരം കാണുന്നുണ്ട്. എന്നാൽ കൊച്ചുപയ്യന്റെ മാറ്റം കണ്ടിട്ട് ബോസ് ആണെങ്കിൽ ആകെപ്പാട് പേടിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി അവന് മാനസികമായി എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇവനറിയാം. അവനിപ്പോഴാണെങ്കിൽ ഒരുമാതിരിയാണ് പെരുമാറുന്നതും. അവൻ മാത്രല്ല മൊട്ടയും ഒരുമാതിരിയാണ് പെരുമാറുന്നത്. ഇത് കണ്ടിട്ട് ബോസിനാണെങ്കിൽ ആകെപ്പാട് പേടിയാവുന്നു. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. നീ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം എന്നൊക്കെ മൊട്ട പറയുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ ബോസ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുന്നു. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും സബ്വേ ഗോസ്റ്റ് എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. ബോസ് ആണെങ്കിൽ ഓടി ഒരു ബോട്ടിലേക്കാണ് കയറുന്നതും. അവര് രണ്ടുപേരും ഇവനെ എന്തെങ്കിലും ചെയ്യുവോ എന്ന പേടി അവനുണ്ട്. അവന്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി എന്നും വിചാരിച്ച് അവൻ പോലീസിലേക്ക് വിളിക്കുന്നു. പോലീസിൽ വിളിച്ചിട്ട് അവര് എവിടെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. പെട്ടെന്ന് തന്നെ പോലീസിനെ ഇങ്ങോട്ടേക്ക് അയക്കണം, അവരാണെങ്കിൽ എന്നെ കൊല്ലാൻ നോക്കുന്നു എന്നൊക്കെ ഈ ബോസ് പോലീസുകാരോട് വിളിച്ചു പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെയാണ് കൊച്ചുപയ്യനും മൊട്ടയും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് കൊച്ചുപയ്യൻ അവനോട് ചോദിക്കുന്നു. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നില്ല. പോക്കറ്റ് അടിക്കാരി ഈ ഷിപ്പിലുണ്ട് എന്ന വിവരം അറിഞ്ഞ പോലീസുകാർ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു. അവരെല്ലാം അവരെ മൂന്നുപേരെയും പിടിക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ അവരാണെങ്കിൽ മൊട്ടേനും കൊച്ചുപയ്യനെയും പിടിക്കുന്നുണ്ട്. ബോസിനെ പിടിക്കാനായിട്ട് അവരെല്ലാം ബോസിനെ പുറകിന് തന്നെ ഓടുന്നു. അവസാനം അവര് ബോസിനെയും പിടിക്കുന്നുണ്ട്. എന്നാൽ അവർ അയാളുടെ മുഖം നോക്കുമ്പോൾ അത് ബോസ് അല്ല, അവിടെ ഫിഷിംഗിന് വന്ന ആരെയോ ആണ് അവര് പിടിച്ചത്. അതേസമയം ബോസ് ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവന്റെ മുഖത്ത് ഒരു ക്രൂരമായ ചിരി നമുക്ക് കാണാം. കഴിഞ്ഞ എപ്പിസോഡിൽ മൊട്ടയും കൊച്ചുപയ്യനെ അറസ്റ്റ് ചെയ്തതുമാണ് നമ്മൾ കണ്ടു നിർത്തിയത്. അങ്ങനെ അവര് രണ്ടുപേരെയും കൂടെ എക്സ് ഗേൾഫ്രണ്ടിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. ഇവരെ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ടേഴ്സ് കാണുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ അവരുടെ ഹെഡിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ട് മൊട്ടേനെയും കൊച്ചുപയ്യനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈഡൌട്ടിൽ നിന്ന് കിട്ടിയ സബ്വേ ഗോസ്റ്റിന്റെ DNA-യും ഇവരുടെ DNA-യും തമ്മിൽ പരിശോധിക്കുന്നു. എന്നാൽ അത് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. അതായത് ഇവര് രണ്ടുപേരും അല്ല സബ്വേ ഗോസ്റ്റ്, ഇനിയുള്ളത് മൂന്നാമത്തെ ബോസ് മാത്രമാണ്. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ ബോസിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അവരോട് ചോദിക്കുന്നു. എന്നാൽ അവര് രണ്ടുപേരും ബോസിനെ പറ്റി ഒന്നും തന്നെ പുറത്തു പറയുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും ബോസിനെ അത്രയ്ക്ക് വിശ്വാസമാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മറ്റൊരു പോലീസുകാരൻ വന്നത്. അയാളാണെങ്കിൽ ഇവർക്ക് ഒരു വോയിസും കേൾപ്പിക്കുന്നു. ഇവര് രണ്ടുപേരുമായിരിക്കും സബ്വേ ഗോസ്റ്റ് എന്ന് പറഞ്ഞ് ബോസ് പോലീസിനെ വിളിച്ചില്ലായിരുന്നു. ആ റെക്കോർഡിംഗ്സ് ആണ് ഈ പോലീസുകാരൻ കേൾപ്പിക്കുന്നത്. ഇവര് രണ്ടുപേരും ബോസിനെ അത്രയ്ക്ക് വിശ്വസിച്ചിട്ട് ബോസ് അവരെ വിശ്വസിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ മൊട്ടയാണെങ്കിൽ ബോസിനെ പറ്റി അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ ബോസിന്റെ ഫാമിലിയെ കുറിച്ചൊന്നും അവർക്കറിയില്ല. അവരാണെങ്കിൽ 2 വർഷമായിട്ടേ ഉള്ളൂ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പോലീസുകാരോട് അവര് എവിടെയാണ് താമസിക്കുന്നത് എന്ന ഡീറ്റെയിൽസ് എല്ലാം ഈ മൊട്ട പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പോലീസുകാർ അവരുടെ സ്ഥലത്ത് ചെന്ന് അന്വേഷണമെല്ലാം ആരംഭിക്കുന്നു. ആ സ്ഥലത്തുള്ള എല്ലാ DNA-യും അവര് കളക്ട് ചെയ്യുന്നുണ്ട്. ആ DNA വെച്ചിട്ടാണെങ്കിൽ ടണലിൽ നിന്ന് ലഭിച്ച DNA-യുമായിട്ട് അവര് മാച്ച് ചെയ്ത് നോക്കുന്നു. അത് പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഹൈഡൌട്ടിൽ നിന്ന് ലഭിച്ച സബ്വേ ഗോസ്റ്റിന്റെ DNA-യും ബോസിന്റെ DNA-യും സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ബോസ് ആണെങ്കിൽ ഇവരോട് പോലും ബോസിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ഇവരോട് പോലും ബോസ് തന്റെ ശരിക്കുള്ള പേരല്ല പറഞ്ഞിരിക്കുന്നത്, മറ്റാരുടെയോ പേരാണ് ബോസ് ഇവരോടും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോസിനെ കണ്ടുപിടിക്കാൻ ഇവർക്ക് കുറച്ച് പാടാണ്. അങ്ങനെ ബോസ് തന്നെയാണ് സബ്വേ ഗോസ്റ്റ് എന്ന കാര്യം യൂനിനും മനസ്സിലായി. നിങ്ങൾ 2 വർഷമായി ഒരുമിച്ചല്ലേ താമസിക്കുന്നത്, നിങ്ങൾക്ക് അവനെ പറ്റി എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ചോദിച്ചു യു അവരോട് ദേഷ്യപ്പെടുന്നു. തന്റെ സിസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവരോട് ദേഷ്യപ്പെടുന്നത്. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് സിയൂക്കിന്റെ അമ്മയെ നോക്കുന്ന ആ അമ്മൂമ്മയാണ്. അവരാണെങ്കിൽ സബ്വേ ഗോസ്റ്റ് ഉപദ്രവിച്ച ഒരു പെൺകുട്ടിയില്ലേ, അവളെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ആ സമയത്ത് തന്നെ അവൾക്ക് ബോധവും വീഴുന്നുണ്ട്. നിങ്ങൾ അവന്റെ അമ്മയല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു ഭയം കാണാം. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, കുറെ ഡോക്ടേഴ്സ് അങ്ങോട്ടേക്ക് എത്തുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവരെല്ലാം ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി ശ്രമിക്കുന്നു. നിർഭാഗ്യവശാൽ അവൾ മരണപ്പെടുന്നു. അപ്പോഴേക്കും ആ അമ്മൂമ്മ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇനി ഇവര് തന്നെയാണോ അവളെ കൊന്നത് എന്ന് നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള കാര്യം പോലീസ് സ്റ്റേഷനിലെ എല്ലാരും അറിയുന്നു. യു ആണെങ്കിൽ വിഷമിച്ചാണ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം സിയുക്കും അവളുടെ വീട്ടിലേക്ക് വരുന്നു. സബ്വേ ഗോസ്റ്റ് യൂനിനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കാവല് കിടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ സിയുക്കാണെങ്കിൽ പുറത്ത് കിടക്കുന്ന കാര്യമൊന്നും യൂനിന് അറിയില്ല. യു അറിയാതെയാണ് സിയുക്ക് അവിടെ കിടക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം സിയുക്ക് പാർക്കിലിരിക്കുന്ന സമയത്താണ് അവനെ ചീഫ് വിളിക്കുന്നത്. ചീഫ് ആണെങ്കിൽ എങ്ങനെയൊക്കെയോ അവന്റെ സസ്പെൻഷൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ആ വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ചീഫ് അവനെ വിളിച്ചത്. ഇനി അവന് പഴയതുപോലെ തന്നെ സബ്വേ പോലീസിൽ ജോയിൻ ചെയ്യാം. യു ഈ വിവരം അറിഞ്ഞാൽ അവൾ ഒരുപാട് സന്തോഷിക്കും എന്നും വിചാരിച്ച് സിയുക്കാണെങ്കിൽ യൂനിന് മെസ്സേജ് ഒക്കെ
അയക്കുന്നു. എന്നിട്ട് സിയൂക്ക് തന്റെ ഫ്രണ്ട്സുമായിട്ടിരുന്ന് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊളീഗ്സ് എല്ലാം ആകെപ്പാടെ ഹാപ്പിയാണ്. സിയൂക്ക് തിരിച്ച് സബ്വേയിലേക്ക് വരുന്നതിന്റെ സന്തോഷത്തിലാണ് അവരെല്ലാരും. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരാണെങ്കിൽ സിയൂക്കിനെ കളിയാക്കുന്നുണ്ട്. യൂനിന്റെ പേരും പറഞ്ഞിട്ടാണ് അവര് സിയൂക്കിനെ കളിയാക്കുന്നത്. നിനക്ക് അവളോട് എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ട്, അത് നീ തുറന്നു പറയാനൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ അവനെ കളിയാക്കുന്നു. അതും കേട്ട് സിയൂക്കാണെങ്കിൽ അടുത്ത ദിവസം കുറച്ച് ഫ്ലവേഴ്സും മേടിച്ചിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്യാനായി പോകുന്നു. അവനാണെങ്കിൽ തന്റെ ഉള്ളിലെ ഫീലിങ്സ് എല്ലാം ഇന്ന് തന്നെ തുറന്നു പറയണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് ചീഫ് അവനെ വിളിക്കുന്നത്. അങ്ങനെ സിയൂക്ക് നേരെ ചീഫിനെ കാണാനായി പോകുന്നു. എനിക്ക് നിന്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യാൻ സാധിച്ചു, എന്നാൽ അവരാണെങ്കിൽ നിന്നെ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അതിൽ നിന്ന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്കറിയാം ഈ അവസ്ഥയിൽ നിനക്ക് ഇവിടെ നിന്ന് മാറാൻ സാധിക്കില്ല എന്ന്. ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ആ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ ചീഫ് പറയുന്നു. ഇത് കേട്ടിട്ട് സിയൂക്ക് ആകെപ്പാട് വിഷമിക്കുന്നുണ്ട്. അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ സബ്വേയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അമ്മയുടെ ചികിത്സയൊക്കെ എങ്ങനെയാവും എന്നും വിചാരിച്ച് അവൻ ആകെപ്പാട് ടെൻഷൻ ആവുന്നു. എന്തായാലും അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി പണം വേണ്ടേ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോവാം എന്ന് സിയൂക്കും തീരുമാനമെടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം അമ്മയെ കണ്ടിട്ട് താൻ ഒരു ബിസിനസ് ട്രിപ്പിനായി പോവാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുന്നതിൽ അവന് നല്ല വിഷമമുണ്ട്. അതേപോലെ തന്നെയാണ് യൂനിനെ ഓർത്തിട്ടും അവന് നല്ല വിഷമമുണ്ട്. അങ്ങനെ സിയൂക്കാണെങ്കിൽ പതിവ് പോലെ തന്നെ യൂനിന് കാവല് കിടക്കാനായി എത്തുന്നു. ആ സമയത്താണ് അവളുടെ വീടിന്റെ ഓപ്പോസിറ്റ് വീട്ടിൽ നിന്ന് ആരോ നോക്കുന്നതായിട്ട് അവന് തോന്നുന്നത്. കണ്ടിട്ട് സബ്വേ ഗോസ്റ്റിനെ പോലെ തന്നെ ഉണ്ട്. അവൻ പെട്ടെന്ന് തന്നെ യൂനിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ സിയൂക്ക് അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. എന്നാൽ അവിടെ വലിച്ച രീതിയിൽ കുറച്ച് സിഗരറ്റ് മാത്രം കിടപ്പുണ്ടായിരുന്നു. സിയൂക്ക് ആ സിഗരറ്റ് എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. വന്നത് ആ ബോസ് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ആ സിഗരറ്റ് എല്ലാം എടുത്തു വെക്കുന്നത്. അതുമായിട്ട് അടുത്ത ദിവസം അവൻ നേരെ ചെല്ലുന്നത് എക്സ് ഗേൾഫ്രണ്ടിന്റെ ഓഫീസിലേക്കാണ്. യൂനിന്റെ വീട്ടിന്റെ അടുത്ത് നിന്ന് ലഭിച്ച സിഗരറ്റ് ആണ്. ഇതൊരു പക്ഷെ സബ്വേ ഗോസ്റ്റിന്റെ ആയിരിക്കും എന്നും പറഞ്ഞ സിയൂക്ക് അത് അവർക്ക് നൽകുന്നു. എന്നാൽ ഇതൊന്നും എക്സ് ഗേൾഫ്രണ്ടിന് ഇഷ്ടപ്പെടുന്നില്ല. താൻ ഇനി കുറച്ചു നാളത്തേക്ക് ഇവിടെ കാണില്ല, യൂനിനെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കോണം എന്നൊക്കെ സിയൂക്ക് ആണെങ്കിൽ പാർട്ട്ണറോട് പറയുന്നു. അവനും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സിയൂക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് യു എത്തിയത്. ആ സമയത്താണ് സിഗരറ്റിന്റെ കാര്യം അവളും അറിയുന്നത്. എന്നാൽ എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ കൂടുതലൊന്നും പറയാതെ അവളെ കൊണ്ട് നേരെ ചെല്ലുന്നത് ലാബിലേക്കാണ്. ആ തുണിയിലുള്ള DNA-യും ട്വിൻ സിസ്റ്ററിന്റെ DNA-യും സെയിം ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ യൂനിന്റെ DNA എടുത്തില്ലായിരുന്നു. അതിന്റെ റിസൾട്ട് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ നെഗറ്റീവ് ആണ് കാണിക്കുന്നത്. അതായത് ആ തുണിയിലുള്ള DNA-യുമായിട്ട് ട്വിൻ സിസ്റ്ററിന്റെ DNA മാച്ച് ആവുന്നില്ല. അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് യു ആണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. യൂനിന്റെ കൂടെ തന്നെ പാർട്ട്ണറും ഉണ്ട്. സിയൂക്ക് പറഞ്ഞില്ലേ യൂനിനെ നല്ല രീതിയിൽ നോക്കണമെന്ന്, അതുകൊണ്ടാണ് അവളെ അവൻ കൊണ്ടുവിടുന്നത്. അവളെ വീട്ടിൽ കൊണ്ടുവിടുക മാത്രമല്ല അവളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ആ സമയത്താണ് ആ സിഗരറ്റ് തന്റെ വീടിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് സിയൂക്കിന് ലഭിച്ചതാണ് എന്ന കാര്യങ്ങളെല്ലാം അവൾ അറിയുന്നത്. സബ്വേ ഗോസ്റ്റ് ഇപ്പോഴും തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന കാര്യം യൂനിന് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അടുത്ത ദിവസം യു ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ചീഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ചീഫുമായിട്ട് അവൾ ഒരു ഡീല് വെക്കുന്നു. യു ആണെങ്കിൽ തിരിച്ച് സബ്വേ പോലീസിലേക്ക് തന്നെ പോവാണ്. അതേപോലെ തന്നെ സിയൂക്കിന്റെ ട്രാൻസ്ഫർ ആണെങ്കിൽ ഒരാഴ്ചത്തേക്കൊന്ന് നീട്ടിവെക്കണം. ആ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ സബ്വേ ഗോസ്റ്റിനെ കണ്ടുപിടിച്ചിരിക്കും. ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ ചീഫ് പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ചെയ്തോളാം എന്നൊരു ഡീലാണെങ്കിൽ യു വെക്കുന്നു. അത് ചീഫും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ യു ഈ കാര്യങ്ങളെല്ലാം സിയൂക്കിനോടും കൊളീഗ്സിനോടുമായി പറയുന്നു. സിയൂക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത് കൊണ്ടും യു തിരിച്ച് സബ്വേയിലേക്ക് തന്നെ വരുന്നത് കൊണ്ടും കൊളീഗ്സ് ആകെപ്പാടെ സന്തോഷിക്കുന്നുണ്ട്. സിയൂക്ക് ആണെങ്കിൽ യൂനിനെ മറ്റൊരു റൂമിലേക്ക് വിളിച്ചുകൊണ്ടു പോകുന്നു. പെട്ടെന്ന് തന്നെ സിയൂക്ക് യൂനിനെ കെട്ടിപ്പിടിച്ചിട്ട് തന്റെ കൂടെ നിൽക്കുന്നതിന് താങ്ക്സ് ഒക്കെ പറയുന്നു. അതേപോലെ തന്നെ അവന്റെ ഉള്ളിലെ ഫീലിങ്സ് എല്ലാം അവൻ തുറന്നു പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴേ ഇതിനൊരു മറുപടി പറയണ്ട, കേസ് എല്ലാം സോൾവ് ആയതിനു ശേഷം ഇതിനൊരു മറുപടി തന്നാൽ മതി എന്നൊക്കെ സിയൂക്ക് പറയുന്നു. ഇവര് സംസാരിക്കുന്നതെല്ലാം കൊളീഗ്സ് ആണെങ്കിൽ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അവർക്കും ആകെപ്പാടെ നാണമൊക്കെ വരുന്നു. അങ്ങനെ ഇവർക്കാണെങ്കിൽ ഇനി ഒരാഴ്ച കൂടെ അല്ലേ സമയമുള്ളൂ. അതിനുള്ളിൽ തന്നെ അവർക്ക് സബ്വേ ഗോസ്റ്റിനെ കണ്ടുപിടിക്കണം. അങ്ങനെ സബ്വേ ഗോസ്റ്റിനെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവര് ഡിസ്കസ് ചെയ്യുന്നു. ഒരിക്കൽ ബോസ് ആണെങ്കിൽ ട്രെയിനിൽ മോഷണം എല്ലാം നടത്തിയതിനു ശേഷം 8:30 തനിക്ക് ഒരാളെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതല്ലായിരുന്നോ. അതന്ന് ആ അടുത്ത് നിന്ന് പെൺകുട്ടിയും കേട്ടതായിരുന്നു. പെൺകുട്ടി ആ വിവരം സബ്വേ പോലീസിനോടും പറഞ്ഞിരുന്നു. അങ്ങനെ 8:30 അവൻ ആരെയായിരിക്കും മീറ്റ് ചെയ്യാൻ പോയത്? ഒരു പക്ഷേ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആയിരിക്കും അവൻ കാണാനായി ഉദ്ദേശിച്ചിരുന്നത്. അതാരാണെന്നൊക്കെ കണ്ടുപിടിക്കാമെന്ന് അവര് തീരുമാനിക്കുന്നു. എന്നാൽ മോഷ്ടിച്ച ആ സാധനങ്ങളെല്ലാം മേടിക്കാൻ അവിടെ 100ഓളം ആൾക്കാരുണ്ട്. അവരിൽ ആരെയായിരിക്കും അന്ന് അവൻ മീറ്റ് ചെയ്യാൻ പോയത്? അത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. എന്നാലും കുഴപ്പമില്ല, എല്ലാരും പോയി കാണാം എന്നൊക്കെ അവര് തീരുമാനിക്കുന്നു. അങ്ങനെ അവര് 4 പേരും ആ ആൾക്കാരുടെ എല്ലാം ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരെയായി മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കട നടത്തുന്ന പുള്ളിയാണെങ്കിൽ ഇവർക്ക് സംശയം തോന്നുന്നു. അയാളെ പിടിച്ച് സിയൂക്ക് ഒന്ന് വിരട്ടി നോക്കുന്നു. അപ്പോഴാണ് അയാള് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. അന്ന് അവൻ ശരിക്കും
മീറ്റ് ചെയ്യാൻ പോയത് ഒരു പെൺകുട്ടിയെയാണ്. മോഷ്ടിച്ച വ്യക്തികളുടെ ID കാർഡെല്ലാം ബോസ് ആണെങ്കിൽ ഈ പെൺകുട്ടിക്ക് നൽകും. അവരുടെ ഐഡന്റിറ്റി വെച്ചിട്ട് ഇവർക്കെല്ലാം ഫേക്ക് ആയിട്ട് ഓരോ ID കാർഡ് ഉണ്ടാക്കുന്നതാണ് അവളുടെ ജോലി. അതായത് ബോസിന് ഇപ്പോഴുള്ള പേരും ഐഡന്റിറ്റിയും അവൾ ഫേക്ക് ആയി ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ അവളെ എവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് അവര് ഇയാളോട് ചോദിക്കുന്നു. അതേസമയം ആ പെൺകുട്ടിയാണെങ്കിൽ ബോസിന് വേണ്ടിയിട്ട് പുതിയ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോസിന് വേണ്ടിയിട്ടുള്ള പുതിയ ID കാർഡെല്ലാം അവൾ തയ്യാറാക്കുന്നു. അങ്ങനെ അവൾ അവിടെ നിന്നിറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സിയുക്കും യുവും എത്തുന്നത്. യു പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് ലോക്ക് ചെയ്യുന്നു. അവളോട് ബോസിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എല്ലാം അവര് ചോദിക്കുന്നു. എന്നാലും അവൾക്ക് ബോസിന്റെ യഥാർത്ഥ പേരൊന്നും അറിയില്ല. അവൻ തന്റെ ഒരു കസ്റ്റമർ മാത്രമാണ്. അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയണമെങ്കിൽ അവനോട് തന്നെ ചോദിക്കണം എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നു. അവനെ എവിടെ വെച്ച് കാണാൻ സാധിക്കും എന്നൊക്കെ സിയുക്ക് അവളോട് ചോദിക്കുന്നു. അരമണിക്കൂറിന് ശേഷം ഒരു സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നൊക്കെ അവൻ അവളോട് പറഞ്ഞിരുന്നു. അതായത് ഈ പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവൻ അവളെ വിളിച്ചിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഈ പെൺകുട്ടി അവരോട് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സിയുക്കും യുവും ആ സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നു. പോകുന്ന വഴിക്ക് തന്നെ യു ആണെങ്കിൽ എക്സ് ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അവരും ആ സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ സിയുക്കും യു ആണ് ആദ്യം തന്നെ ആ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നത്. അവര് രണ്ടുപേരും ബോസിനെ അവിടെയെല്ലാം അന്വേഷിക്കുന്നു. ആ സമയത്താണ് യു ബോസിനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൾ ബോസിനെ ഫോളോ ചെയ്യുന്നു. അവളെ കണ്ട ബോസും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഓടുന്നത് നമ്മുടെ സിയുക്കും കാണുന്നുണ്ട്. അങ്ങനെ സിയുക്കും ബോസിനെ പുറകിന് തന്നെ ഓടുന്നു. അങ്ങനെ യു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോസിനെ പിടിച്ചു. എന്നാൽ ബോസ് ആണെങ്കിൽ അവളെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ സമയത്ത് അവന്റെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിപ്പോയിരുന്നു. അതാണെങ്കിൽ യുവിന് തന്നെ കിട്ടുകയും ചെയ്തു. എന്നാൽ ആ മാല കണ്ടിട്ട് യു ആകെപ്പാട് ഷോക്കായി നിൽക്കുന്നു. കാര്യം ഇത് യുവിന്റെ ട്വിൻ സിസ്റ്ററിന്റെ മാലയായിരുന്നു. അവൾക്കാണെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പോവാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും അവരെ ഫോളോ ചെയ്ത് സിയുക്ക് വന്നിരുന്നു. സിയുക്ക് പെട്ടെന്ന് തന്നെ ബോസിനെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ സിയുക്ക് ബോസിനെ ഒരുപാട് ഫോളോ ചെയ്തിട്ടാണ് അവനെ പിടിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് യു എത്തിക്കഴിഞ്ഞിരുന്നു. യു പെട്ടെന്ന് തന്നെ ബോസിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു. ബോസിനോട് ജിൻ എവിടെ എന്നവൾ തിരക്കി. ജിൻ എന്ന് പറയുന്നത് യുവിന്റെ ട്വിൻ സിസ്റ്റർ ആണ്. നിന്റെ സിസ്റ്റർ അല്ലേ, അവൾ ജീവനോടെ ഉണ്ട് എന്നൊക്കെ ബോസ് പറയുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി മുടി ചീവുന്നതായി നമ്മളെ കാണിക്കുന്നത്. അത് തന്നെയാണ് യുവിന്റെ ട്വിൻ സിസ്റ്ററായ ജിന്നും. ബോസിനെ പിടിക്കുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നത്. യു ആണെങ്കിൽ ജിന്ന് ജീവനോടെയുണ്ട് എന്നറിഞ്ഞതിന്റെ ഷോക്കിലാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ടീം എത്തിയിരുന്നു. അവര് പെട്ടെന്ന് തന്നെ അവനെ അവിടെ നിന്നും കൊണ്ടുപോയി. എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ഓഫീസിലേക്കാണ് അവനെ കൊണ്ടുപോയത്. അങ്ങനെ സിയുക്കും എക്സ് ഗേൾ ഫ്രണ്ടുമാണ് അവനെ ചോദ്യം ചെയ്യുന്നത്. ജിന്നിനെ കുറിച്ചാണ് അവര് അവനോട് ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ മാല അവന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ള സത്യം ഇവൻ പറയുന്നത്. അവര് മോഷണത്തിന് ശേഷം ഈ ടണലിൽ കൂടെയായിരുന്നു പൊക്കോണ്ടിരിക്കുന്നത്. ഇതിൽ കൂടെ പോകുമ്പോൾ ആരും കാണില്ലല്ലോ. അങ്ങനെ മോഷണം എല്ലാം കഴിഞ്ഞ് ഇതുവഴി പോകുന്ന സമയത്താണ് ബോസിന് ഒന്ന് വാഷ്റൂമിൽ പോകേണ്ട അത്യാവശ്യം വന്നത്. അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്ന് ഒന്ന് മാറുന്ന സമയത്താണ് അവിടെ ഒരു ബാഗ് കിടക്കുന്നത് അവൻ കാണുന്നത്. അവൻ ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു പെൺകുട്ടിയായിരുന്നു ഉള്ളത്. ആ പെൺകുട്ടിയാണെങ്കിൽ ശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ പേടിച്ചു പോയ ബോസ് ആണെങ്കിൽ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയും പൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും ബോസിന് അറിയില്ല. എന്നാൽ ബോസ് ആണെങ്കിൽ യൂനിനെ കണ്ട സമയത്ത് ഇത് ആ പെൺകുട്ടിയാണ് എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ഇത് അവളുടെ ട്വിൻ സിസ്റ്റർ ആണ് എന്നുള്ള കാര്യം ബോസും മനസ്സിലാക്കിയത്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് യൂനിന് ആകെപ്പാട് ദേഷ്യം വന്നു. അവൾ പെട്ടെന്ന് തന്നെ ആ ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് കയറി. നീ അല്ല സബ്വേ ഗോസ്റ്റെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്? നീ എന്തിനാണ് എന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് വന്ന് നിന്നത് എന്നൊക്കെ യു തിരക്കുന്നു. ആ ബാഗിലുള്ള പെൺകുട്ടിയാണ് നീ എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ നിന്നെ ആദ്യം ഫോളോ ചെയ്തിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാല തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ ഓപ്പോസിറ്റ് വീട്ടിൽ വന്നത് എന്നൊക്കെ ഇവൻ പറയുന്നു. ഇവൻ പറയുന്നത് കേൾക്കുമ്പോ തന്നെ അറിയാം ഇതെല്ലാം കള്ളത്തരവാണ്. യൂനിനും ആ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവളാണെങ്കിൽ അവനെ പിടിച്ച് അടിക്കുന്നൊക്കെയുണ്ട്. ഇവരിപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ ഇടയ്ക്ക് യു വന്ന് ഇത്ര അലമ്പുണ്ടാക്കിയത് കൊണ്ട് തന്നെ എക്സ് ഗേൾ ഫ്രണ്ട് അവളെ വഴക്കു പറയുന്നു. അവളെ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. സിയുക്കാണെങ്കിൽ അവളെ സമാധാനിപ്പിച്ചിട്ട് അവനെല്ലാം നോക്കിക്കോളാം എന്നും പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ബോസ് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സിയുക്കാണെങ്കിൽ മൊട്ടയുടെ അടുത്തും കൊച്ചുപയ്യന്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. ബോസിനെ ടണലിൽ നിന്നാണ് ഈ മാല ലഭിച്ചത് എന്നാണ് അവരും പറയുന്നത്. അങ്ങനെ സിയുക്കും എക്സ് ഗേൾ ഫ്രണ്ടും ബോസിനെ ചോദ്യം ചെയ്യാനായി എത്തി. നീയല്ല സബ്വേ ഗോസ്റ്റ് എങ്കിൽ മരണപ്പെട്ട ആൾക്കാരുടെ പേഴ്സിൽ എങ്ങനെയാണ് നിന്റെ DNA വന്നത്? നീയല്ലേ അവരുടെ പേഴ്സ് എല്ലാം മോഷ്ടിച്ചത്? അത് തിരിച്ചു തരാം എന്നും പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തിയിട്ട് നീയല്ലേ അവരെ എല്ലാം കൊന്നത് എന്നൊക്കെ എക്സ് ഗേൾ ഫ്രണ്ട് ചോദിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ബോസ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ സബ്വേ ഗോസ്റ്റും ഒരു പോക്കറ്റ് അടിക്കാരനായിരുന്നല്ലേ? അതുകൊണ്ടാണ് ആ സബ്വേ ഗോസ്റ്റ് ഞാനാണെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഞാനല്ല ആ സബ്വേ ഗോസ്റ്റ്. ഈ സബ്വേയിൽ നടക്കുന്ന 90% പോക്കറ്റ് അടിക്കും ഞാൻ തന്നെയാണ് ഉത്തരവാദി. എന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ ആ പോക്കറ്റ് അടിച്ചതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ ഞാൻ ആർക്കെങ്കിലും വിൽക്കും. അതുകൊണ്ട് തന്നെ ആ സബ്വേ ഗോസ്റ്റ് ഞാനല്ല എന്നൊക്കെ ബോസ് പറയുന്നു. ഇവൻ അടിച്ചു മാറ്റുന്ന പേഴ്സ് ഇവൻ ആർക്കെങ്കിലും ഒക്കെ വിൽക്കും. അതിനകത്ത് വിലപ്പെട്ട സാധനങ്ങളൊക്കെ വേണം എന്ന് നിർബന്ധമില്ല. അവരുടെ ID കാർഡ് മാത്രം മതി. അത് വെച്ച് ഓരോ ഫേക്ക് ഐഡന്റിറ്റി
ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ പേഴ്സ് എല്ലാം അടിച്ചു മാറ്റുന്നത്. അവരെല്ലാം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അവൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായത്. അതിനുശേഷമായിരുന്നു ഇവനെയും പിടിച്ചിരുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതായിരുന്നു. മോഷ്ടിച്ച സാധനങ്ങളെല്ലാം മേടിക്കുന്ന ആൾക്കാരെ കാണാൻ പോയതും അവരോട് സംസാരിച്ചതും എല്ലാം നമ്മുടെ സബ്വേ പോലീസ് ആയിരുന്നു. എന്നാൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എക്സ് ഗേൾ ഫ്രണ്ടിന് അറിയില്ല. അങ്ങനെ ഇവര് 3 പേരെ ഇരുത്തിയിട്ട് അവർ ആർക്കൊക്കെയാണ് സാധനങ്ങൾ വിറ്റത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതാനൊക്കെ ഇവര് പറയുന്നു. അങ്ങനെ ഇവര് 3 പേരുമാണെങ്കിൽ അവർ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം വിറ്റ ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം എഴുതുന്നു. അതിന്റെ ഇടയിൽ ഈ കൊച്ചു പയ്യനാണെങ്കിൽ ഒരാളുടെ പേര് മാത്രം എഴുതുന്നില്ല. എന്നാൽ പാർട്ട്ണർ ഒന്ന് വരട്ടിയപ്പോൾ അവൻ അയാളുടെ പേരും എഴുതുന്നുണ്ട്. കൊച്ചുപയ്യന് മാനസികമായി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവൻ ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നില്ലേ, അതായത് നമ്മുടെ സിയൂക്കിന്റെ അമ്മ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ. അവിടെയുള്ള ഒരാളുടെ പേരാണ് അവനും എഴുതാതിരുന്നത്. എന്നാൽ പാർട്ട്ണർ ഒന്ന് വരട്ടിയ സമയത്ത് കൊച്ചുപയ്യനാണെങ്കിൽ അവന്റെ ഡീറ്റെയിൽസ് എഴുതുന്നുണ്ട്. എന്നാൽ അയാളുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് പാർട്ട്ണറിന് എന്തോ സംശയം തോന്നി. അവനാണെങ്കിൽ ഈ കാര്യം എക്സ് ഗേൾ ഫ്രണ്ടിനോടും പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവനെ കാണാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നാൽ ആ വ്യക്തിയാണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റ് ആണ്. ഇയാൾക്കാണ് കൊച്ചുപയ്യൻ സാധനങ്ങളെല്ലാം വിറ്റത് എന്നൊരു സംശയം പോലീസുകാർക്കും വരുന്നു. എക്സ് ഗേൾ ഫ്രണ്ട് അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ കയ്യിലിരുന്ന ഒരു ഡ്രിങ്ക് ആണെങ്കിൽ അവൻ ഓഫർ ചെയ്യുന്നു. അവൻ അത് മേടിച്ച് കുടിക്കുന്നുണ്ട്. അയാൾ അത് കുടിച്ചതിന് ശേഷം അതാണെങ്കിൽ തിരിച്ച് എക്സ് ഗേൾ ഫ്രണ്ട് മേടിക്കുന്നുണ്ട്. ഇയാളുടെ ഫിംഗർ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് ഗേൾ ഫ്രണ്ട് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ആ DNA ചെക്ക് ചെയ്യാനായിട്ട് എക്സ് ഗേൾ ഫ്രണ്ട് അയക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് അവര് നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ ഫ്യൂണറൽ ചടങ്ങുകളിലേക്കാണ്. അവിടെ തന്നെ നമ്മുടെ സബ്വേ പോലീസും ഉണ്ടായിരുന്നു. മരണപ്പെട്ട ഈ പെൺകുട്ടിയുടെ പേര് ചോയി എന്നാണ്. ചോയിയുടെ മരണത്തിൽ ഇവരെല്ലാം ആകെപ്പാടെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. കോളീഗ്സ് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് അവരോട് സംസാരിക്കാനായി ചോയിയുടെ അങ്കിൾ എത്തുന്നു. അങ്കിളിനെ ഇവരെ നേരത്തെ തന്നെ അറിയായിരുന്നു. ചോയി ആണെങ്കിൽ 2 വർഷത്തിന് മുന്നേ ഇവരുടെ കൂടെയാണ് സബ്വേ പോലീസിൽ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്കിളിനെ ഇവരെ നല്ല രീതിയിൽ അറിയായിരുന്നു. എന്തുകൊണ്ടാണ് ചോയി 2 വർഷം മുന്നേ സബ്വേ പോലീസിൽ നിന്ന് ഇറങ്ങിയത് എന്നൊക്കെ കോളീഗ് അങ്കിളിനോട് ചോദിക്കുന്നു. അങ്ങനെ 2 വർഷം മുന്നേ അവൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം അങ്കിള് പറയുന്നു. 2 വർഷം മുന്നേ അവളാണെങ്കിൽ ഒരു പയ്യന്റെ ഫോൺ പിടിച്ച് മേടിച്ചിരുന്നു. അന്ന് അവളാണെങ്കിൽ സബ്വേ പോലീസ് ആണ്. സബ്വേയിലുള്ള പെൺകുട്ടികളുടെ മോശമായ വീഡിയോസ് എല്ലാം എടുത്തത് കൊണ്ടാണ് അവൾ അവന്റെ ഫോൺ പിടിച്ചു മേടിച്ചത്. എന്നാൽ അവനാണെങ്കിൽ മൈനർ ആയിട്ടുള്ള ഒരു പയ്യനാണ്. അങ്ങനെ അവളാണെങ്കിൽ ആ ഫോണെല്ലാം പരിശോധിക്കുന്നു. എന്നാൽ അവൾക്ക് അതിൽ നിന്ന് ഒരു വീഡിയോ പോലും കണ്ടു കിട്ടുന്നില്ല. അവനാണെങ്കിൽ ചോയിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഫോണിലാണെങ്കിൽ ഒരു തെളിവുകളും ഇല്ല. തന്നെ നാണം കെടുത്തിയത് കൊണ്ട് തന്നെ താൻ കംപ്ലൈന്റ് ചെയ്യും. തന്റെ അച്ഛനാണെങ്കിൽ ജഡ്ജാണ് എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തുന്നു. അവനാണെങ്കിൽ മൈനർ ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഫോണിൽ ഒരു തെളിവും ഇല്ല. പോരാത്തതിന് അവന്റെ അച്ഛനാണെങ്കിൽ ജഡ്ജുമാണ്. ഇതെല്ലാം ഓർത്ത് ചോയ് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ആ ഫോൺ തിരിച്ചു കൊടുത്ത് സോറി പറഞ്ഞ് അവിടെ നിന്ന് പോവാനായി ഒരുങ്ങുന്നു. എന്നാൽ ഈ പയ്യനാണെങ്കിൽ അങ്ങനെയൊന്നും അവളെ വിടുന്നില്ല. മുട്ടുകുത്തിയിരുന്ന് സോറി പറയാനെല്ലാം ഈ പയ്യൻ ആവശ്യപ്പെടുന്നു. പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ മുട്ടുകുത്തിയിരുന്ന് സോറി എല്ലാം പറയുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും അവിടെ കൂടി അവളെ കളിയാക്കുന്നു. അവളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം അവരെടുക്കുന്നുണ്ട്. ഈ കാര്യമെല്ലാം അങ്കിളാണെങ്കിൽ കൊളീഗ്സിനോട് പറയുന്നു. ഈ കാരണം കൊണ്ടാണ് അവൾ ജോലി രാജിവെച്ചത് എന്നൊക്കെ അങ്കിൾ ഇവരോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഈ കൊളീഗ് ആകെപ്പാട് ഞെട്ടുന്നുണ്ട്. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്നു. എല്ലാരെയും വിളിച്ചിരുത്തിയിട്ട് കൊളീഗാണെങ്കിൽ അവരോടെല്ലാം ഒരു കാര്യം പറയുന്നു. 2 വർഷം മുന്നേ നടന്ന കാര്യമാണ് അവൻ പറയുന്നത്. ചോയ് രാജിവെക്കാനുണ്ടായ കാരണം അവളുടെ അങ്കിൾ പറഞ്ഞിരുന്നില്ലേ. എന്നാൽ ശരിക്കും അന്ന് അങ്ങനെയല്ല സംഭവിച്ചത്. ചോയ്ക്കല്ല അങ്ങനെയല്ല സംഭവിച്ചത്. പകരം ഈ കൊളീഗിനാണ് അങ്ങനെയല്ല സംഭവിച്ചത്. അതായത് ആ പയ്യന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചതും അതേപോലെ തന്നെ അവനോട് സോറി ചോദിച്ചതുമെല്ലാം ഈ കൊളീഗാണ്. എന്നാൽ ചോയ് ആണെങ്കിൽ അവരുടെ ഫാമിലിയോട് ഒരു കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവള് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഇതിൽ എന്തോ സംശയമുണ്ട് എന്ന് തോന്നിയ അവരാണെങ്കിൽ ചോയിന്റെ പാർട്ട്ണറിനെയാണ് വിളിച്ച് സംസാരിക്കുന്നത്. അതായത് ജോലിയിലുള്ള പാർട്ട്ണറാണ്. ഇയാളെ വിളിച്ചിട്ടാണെങ്കിൽ ചോയിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തിരക്കുന്നു. അപ്പോഴാണ് സബ്വേയിൽ നടന്ന ഒരു ആക്സിഡന്റിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഈ പാർട്ട്ണർ പറയുന്നത്. അതാണെങ്കിൽ 3 വർഷം മുന്നേ ഇവിടെ നടന്നതായിരുന്നു. മാനസികമായി പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരാളാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ ട്രെയിനിന്റെ മുന്നിലേക്ക് പിടിച്ചു തള്ളി. ആ സമയത്ത് ചോയി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ സബ്വേ പോലീസ് എല്ലാം മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആ കേസെല്ലാം ഹാൻഡിൽ ചെയ്തത് എന്നൊക്കെ ഈ പാർട്ട്ണർ പറയുന്നു. ആ കുട്ടിക്ക് എത്ര പ്രായം വരും എന്നൊക്കെ യു തിരക്കുന്നു. എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് എന്നൊക്കെ പാർട്ട്ണർ മറുപടി പറയുന്നു. ഇത് കേട്ട യൂണിനാണെങ്കിൽ ആകെപ്പാട് ഡൗട്ട് ആവുന്നു. സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡൌട്ടിൽ നിന്ന് ലഭിച്ച ആ ഫ്രോക്ക് ആണെങ്കിൽ ഒരു പക്ഷേ ഇനി ഈ പെൺകുട്ടിയുടെ ആയിരിക്കുമോ എന്നൊക്കെ അവൾ സംശയിക്കുന്നു. ഈ ഫ്രോക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആള് ഒരു പക്ഷെ ആ കുട്ടിയുടെ അച്ഛനായിരിക്കാം. അങ്ങനെയെങ്കിൽ അയാളായിരിക്കും സബ്വേ ഗോസ്റ്റ് എന്നെല്ലാം അവര് പറയുന്നു. അങ്ങനെ ഈ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം സബ്വേ പോലീസ് ആണെങ്കിൽ എക്സ് ഗേൾ ഫ്രണ്ടിനോടും അവരുടെ ടീമിനോടുമായി പറയുന്നു. അപ്പോഴാണ് എക്സ് ഗേൾ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ
ഹോസ്പിറ്റലിൽ കാണാൻ പോയ ഒരാളില്ലേ, അയാൾ തന്നെയാണ് ആ പെൺകുട്ടിയെ തള്ളിയിട്ടത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അയാളെ കാണാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അയാളുടെ DNA എടുത്തിരുന്നില്ലേ, അതിന്റെ റിസൾട്ടും ഇപ്പോൾ വന്നിരിക്കുന്നു. ഹൈഡ് ഔട്ടിൽ നിന്ന് ലഭിച്ച ഫ്രോക്കിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട്. അങ്ങനെ അയാളായിരിക്കും സബ്വേ ഗോസ്റ്റ് എന്നും പറഞ്ഞ് അവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങുന്നു. അവരെല്ലാം ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. സിയൂക്കിന്റെ അമ്മയും അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ്. എന്നാൽ അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അവര് പോകുന്നത് എന്ന് സിയൂക്കിനും യൂനിനും അറിയില്ലായിരുന്നു. അങ്ങനെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ സിയൂക്കിന്റെ അമ്മ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അവര് പോകുന്നത് എന്നുള്ള കാര്യം സിയൂക്കിനോട് പറയുന്നു. സിയൂക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്റെ അമ്മയെ നോക്കുന്ന ഒരു അമ്മൂമ്മയില്ല അവരെ വിളിക്കുന്നു. ഹോസ്പിറ്റലിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കാൻ പോവാണ്. അമ്മയെ റൂമിൽ തന്നെ ഇരുത്തണം, പുറത്തോട്ടൊന്നും വിടരുത് എന്നൊക്കെ സിയൂക്ക് ആണെങ്കിൽ അവരോട് പറയുന്നു. ഇത് കേട്ട ഈ അമ്മൂമ്മയാണെങ്കിൽ ആകെപ്പാട് പേടിക്കുന്നുണ്ട്. സിയൂക്കിന്റെ അമ്മയെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടുന്നുണ്ട്. അവരാണെങ്കിൽ നേരെ ചെല്ലുന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു സെല്ലിന്റെ മുന്നിലേക്കാണ്. ആ റൂമിലാണ് മാനസിക പ്രശ്നമുള്ള അയാളെ പൂട്ടിയിട്ടിരുന്നത്. ഇയാളെ പിടിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഇപ്പോ എല്ലാ പോലീസുകാരും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നാൽ ഈ അമ്മൂമ്മയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ആ സെല്ല് തുറന്ന് അയാളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഇതെല്ലാം ആണെങ്കിൽ സിയൂക്കിന്റെ അമ്മ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ശബ്ദം ഉണ്ടാക്കരുത്, ഞങ്ങളെ ഫോളോ ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് അമ്മൂമ്മയാണെങ്കിൽ അയാളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവര് നേരെ വരുന്നത് അയാൾ കിടന്ന സെല്ലിലേക്കാണ്. എന്നാൽ അവര് വന്ന് നോക്കുമ്പോൾ അവിടെ അയാളില്ല. കുറച്ചു മുന്നേ ആയിരുന്നു നേഴ്സ് അയാൾക്ക് മരുന്ന് കൊണ്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമായിട്ടില്ല. അങ്ങനെ എല്ലാ പോലീസുകാരും അയാളെ അവിടെ തപ്പി നടക്കുന്നു. കുറച്ച് പോലീസുകാർ CCTV അന്വേഷിക്കാനായി പോകുന്നു. ചിലരാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ബാക്കിയുള്ളവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങും ഇങ്ങുമായി അന്വേഷിക്കുന്നു. അങ്ങനെ അമ്മൂമ്മയാണെങ്കിൽ പോലീസുകാരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് അയാളെ കൊണ്ട് നടക്കുന്നു. അങ്ങനെ അവസാനം അമ്മൂമ്മ അയാളെ കൊണ്ട് നേരെ ചെല്ലുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റൂമിലേക്കാണ്. അതേസമയം CCTV നോക്കിയ പോലീസുകാർക്ക് അയാളെ കൊണ്ടുപോയിരിക്കുന്നത് അമ്മൂമ്മയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അമ്മൂമ്മയാണെങ്കിൽ സിയൂക്കിന്റെ അമ്മയുടെ കെയർ ടേക്കർ കൂടിയാണ്. അങ്ങനെയുള്ള അവരാണ് അയാളെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇത് കണ്ട് പേടിച്ച സിയൂക്കാണെങ്കിൽ നേരെ അവന്റെ അമ്മ കിടക്കുന്ന റൂമിലേക്ക് പോകുന്നു. എന്നാൽ ആ റൂമിലാണെങ്കിൽ അവന്റെ അമ്മയില്ല. സിയൂക്കാണെങ്കിൽ ആകെപ്പാട് പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് മാനസിക പ്രശ്നമുള്ള അയാൾ പിടിച്ചു തള്ളിയ കുട്ടിയിലെ ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്നുള്ള കാര്യം ഇവരെല്ലാം മനസ്സിലാക്കുന്നത്. അത് വേറെ ആരുമല്ല, ബോസ് ആണ്. എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ബോസും മൊട്ടയും കൊച്ചുപയ്യനും എല്ലാം പോലീസ് സ്റ്റേഷനിലല്ലേ ഉള്ളത്, അവരിപ്പോഴും അവിടെ തന്നെയല്ലേ ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എക്സ് ഗേൾ ഫ്രണ്ട് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത്. എന്നാൽ അവര് മൂന്നുപേരും അവിടെ നിന്ന് എപ്പോഴേ രക്ഷപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ട ബോസ് ആണെങ്കിൽ നേരെ എത്തിയിരിക്കുന്നത് ഹോസ്പിറ്റലിലെ റെസ്ട്രിക്റ്റഡ് റൂമിലേക്കാണ്. ഈ റൂമിൽ തന്നെയാണ് മാനസിക പ്രശ്നമുള്ള അയാളും അമ്മൂമ്മയും ഇരിക്കുന്നത്. അവര് മാത്രല്ല സിയൂക്കിന്റെ അമ്മയും അവിടെ പതുങ്ങിയിരിപ്പുണ്ട്. ബോസ് ആണെങ്കിൽ നേരെ ചെല്ലുന്നത് മാനസിക പ്രശ്നമുള്ള അയാളുടെ അടുത്തേക്കാണ്. ബോസ് ആണെങ്കിൽ സബ്വേ ഗോസ്റ്റിന്റെ അതേ കോസ്റ്റ്യൂമിലാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. സബ്വേ ഗോസ്റ്റിന്റെ കയ്യിൽ കാണുന്ന ആ കയറും ബോസിന്റെ കയ്യിലുണ്ട്. അയാളെ കൊല്ലാൻ വേണ്ടിട്ട് തന്നെയാണ് ബോസ് അങ്ങോട്ടേക്ക് എത്തിയത്. അമ്മൂമ്മയാണെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ബോസിന്റെ ഒരേ ഒരു മകളെയാണ് ഇയാൾ കൊന്നത്. അതിന്റെ ദേഷ്യം ബോസിനുണ്ട്. അതുമാത്രല്ല ഇവരാണെങ്കിൽ ബോസിന്റെ അമ്മ കൂടിയാണ്. തന്റെ മകൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. അവനെ തടയാൻ വേണ്ടിയിട്ടാണ് അവര് ഇപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ ബോസ് ആണെങ്കിൽ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അപ്പോഴാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. 3 വർഷം മുന്നേ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബോസ് ആണെങ്കിൽ സമാധാനത്തോടുകൂടി തന്നെ സബ്വേയിൽ പോക്കറ്റ് അടിച്ച് നടക്കുമായിരുന്നു. ആ സമയത്താണ് അവന്റെ മകൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അവൻ കാണുന്നത്. അവളെ കണ്ട് ഹാപ്പിയായ ബോസ് ആണെങ്കിൽ അവളെ കൈയെല്ലാം പൊക്കി കാണിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് മാനസിക പ്രശ്നമുള്ള അയാൾ ആ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നത്. അയാളെ കണ്ട പെൺകുട്ടി ആകെപ്പാടെ പേടിച്ചു പോകുന്നു. അവളാണെങ്കിൽ പുറകോട്ടേക്ക് നടക്കുന്നു. ഇത് കണ്ട് പേടിച്ച ബോസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്റെ മകളുടെ അടുത്തേക്ക് വരാനായി ഒരുങ്ങി. എന്നാൽ ചോയി ആണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ പേഴ്സ് മോഷ്ടിച്ചതിനാണ് അവനെ അവൾ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ബോസ് ആണെങ്കിൽ ചോയിനെ പിടിച്ചു തള്ളിയിട്ട് അവന്റെ മകളുടെ അടുത്തേക്ക് ഓടുന്നു. പക്ഷെ ചോയി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ പിടിക്കുന്നുണ്ട്. അതായത് അവനാണെങ്കിൽ അവളുടെ മകളുടെ അടുത്തേക്ക് എത്താനായി സാധിച്ചില്ല. അതേസമയം അങ്ങോട്ടേക്ക് ഒരു ട്രെയിനും വരുന്നുണ്ടായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആ പെൺകുട്ടി ട്രെയിനിന്റെ മുന്നിലേക്ക് വീഴുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അത് കണ്ട ബോസ് ആണെങ്കിൽ അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ പ്രസന്റ് സീനാണ് കാണുന്നത്. ബോസ് ആണെങ്കിൽ ഒരു ദയയില്ലാതെയാണ് അയാളെ കൊല്ലുന്നത്. അമ്മൂമ്മയാണെങ്കിൽ അവനെ പിടിച്ചു മാറ്റാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ആണെങ്കിൽ സിയൂക്കിന്റെ അമ്മ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോസിന്റെ കൈ കൊണ്ട് അയാളും കൊല്ലപ്പെടുന്നു. ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം, നീ എവിടെയെങ്കിലും പോയി ജീവിച്ചാൽ മതി എന്നൊക്കെ അമ്മൂമ്മ ബോസിനോട് പറയുന്നു. എനിക്കിനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, അതുകൂടി ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ബോസ് പറയുന്നു. ഇത് കേട്ട അമ്മൂമ്മയാണെങ്കിൽ ആകെപ്പാട് ഷോക്കാവുന്നു. ബോസ് ആണ് സബ്വേ ഗോസ്റ്റ് എന്ന് മനസ്സിലാക്കിയ പോലീസുകാരാണെങ്കിൽ ഹോസ്പിറ്റലിലെ ഓരോ റെസ്ട്രിക്റ്റഡ് ഏരിയ
വൃത്തിയായി പരിശോധിക്കുന്നു. അങ്ങനെ സിയുക്കും യു ആണെങ്കിൽ ഒരു റൂമിലേക്ക് കയറുന്ന സമയത്താണ് അവിടെ കുറച്ച് ബ്ലഡ് കിടക്കുന്നത് അവർ കാണുന്നത്. ഇത് കണ്ട് സിയുക്ക് ആണെങ്കിൽ പേടിക്കുന്നുണ്ട്. അവൻ ആ റൂമിൽ മുഴുവൻ അവന്റെ അമ്മയെ അന്വേഷിക്കുന്നു. അങ്ങനെ അവസാനം സിയുക്ക് ആണെങ്കിൽ ആ റൂമിൽ നിന്ന് തന്നെ അവന്റെ അമ്മയും കണ്ടുപിടിക്കുന്നു. യു ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ആരെങ്കിലും ഈ റൂമിൽ കണ്ടിരുന്നോ എന്ന കാര്യങ്ങളെല്ലാം തിരക്കുന്നു. സിയുക്കിന്റെ അമ്മ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടിരുന്നതാണ്. എന്നാലും ഇവരോട് കണ്ടില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ സിയുക്ക് സേഫായി തന്നെ അവന്റെ അമ്മ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. യു ആണെങ്കിൽ ഇവിടെ ബ്ലഡ് കണ്ട കാര്യങ്ങളെല്ലാം എക്സ് ഗേൾഫ്രണ്ടിനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ യു അവിടെ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നത് അവൾ കാണുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു പേപ്പറും ഉണ്ടായിരുന്നു. യു ആണെങ്കിൽ ആ പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാൻ അത് തുറന്നു നോക്കുന്നു. ഞാനാണ് ശരിക്കും വിക്ടിം എന്നാണ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. യു അങ്ങനെ ആ ലാപ്ടോപ്പിൽ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ പ്ലേ ചെയ്തു നോക്കുന്നു. അപ്പോഴാണ് ശരിക്കും അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. മാനസിക പ്രശ്നമുള്ള അയാളാണെങ്കിൽ ബോസിന്റെ മകളെ പേടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അങ്ങനെ പേടിച്ചുപോയ പെൺകുട്ടിയാണെങ്കിൽ നേരെ വന്ന് നിൽക്കുന്നത് ജിന്നിന്റെ മുന്നിലേക്കാണ്. അതായത് നമ്മുടെ യൂനിന്റെ ട്വിൻ സിസ്റ്ററിന്റെ മുന്നിലേക്ക്. അവൾ ഓട്ടിസം ബാധിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അവളെയും അയാൾ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ ജിന്നിനെ പിടിച്ചു തള്ളി. എന്നാൽ ജിന്നിന്റെ മുന്നിൽ തന്നെയായിരുന്നു ബോസിന്റെ മകളും നിന്നിരുന്നത്. ജിന്ന് വീഴാൻ പോയ ഫോഴ്സിൽ അവളാണെങ്കിൽ മുന്നിൽ നിന്ന് ആ പെൺകുട്ടിയാണ് തെള്ളുന്നത്. ആ പെൺകുട്ടി അങ്ങനെയാണ് ആ ട്രെയിനിന്റെ മുന്നിലേക്ക് പെടുന്നതും. ജിന്നത് മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല. അയാൾ ജിന്നിനെ പിടിച്ചു തെള്ളിയപ്പോൾ ജിന്ന് അറിയാതെയാണ് ആ പെൺകുട്ടിയെ പിടിച്ചു തെള്ളുന്നത്. ആ പെൺകുട്ടി വീഴുന്നതും കണ്ട് ഷോക്കായി അവിടെ കുറച്ചുപേരും കൂടെ നിൽപ്പുണ്ടായിരുന്നു. മാനസിക പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ഇവിടെ വന്ന് ഇത്ര അലമ്പുണ്ടാക്കിയിട്ടും അവിടെ നിന്ന് ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ജിന്നിന് മാത്രം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാവരെയും തന്നെ നമ്മുടെ ബോസ് കൊന്നിരുന്നു. അതായത് ബോസ് തന്നെയാണ് സബ്വേ ഗോസ്റ്റ്. ബോസ് തന്നെയാണ് ചോയിനെയും കൊന്നത്. മകൾ മരിക്കുന്ന സമയത്ത് ചോയി ആണെങ്കിൽ അവനെ പിടിച്ചു നിർത്തിയില്ലായിരുന്നോ? ആ ദേഷ്യമാണ് ബോസിന് ചോയിയോട്. അതേപോലെ തന്നെ അയാളാണെങ്കിൽ അവിടെ വന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കിയ സമയത്തും ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ആ ദേഷ്യത്തിനാണ് ബോസ് ആണെങ്കിൽ ഇവരുടെ എല്ലാം പേഴ്സ് അടിച്ചു മാറ്റിയിട്ട് അത് തിരിച്ചു തരാമെന്നും പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തി അവരെല്ലാം കൊല്ലുന്നത്. മാനസിക പ്രശ്നമുള്ള അയാളെയും ഇപ്പോൾ ബോസ് കൊന്നിരിക്കുന്നു. ഇപ്പോഴും ജിന്നിന് മാത്രം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾക്കറിയില്ല. അങ്ങനെ യു ആണെങ്കിൽ തന്റെ സിസ്റ്റർ ഒരു പെൺകുട്ടിയെ പിടിച്ചു തള്ളുന്ന വീഡിയോ കണ്ട് ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. യുവിന് ഒരിക്കൽ അത്യാവശ്യമായി പുറത്തു പോകേണ്ട സമയത്ത് അവളുടെ നേഴ്സ് ഫ്രണ്ടിന്റെ അടുത്ത് ജിന്നിനെ ഏൽപ്പിച്ചതായിരുന്നു. അങ്ങനെ അവളുടെ നേഴ്സ് ഫ്രണ്ട് ഒന്ന് മാറുന്ന സമയത്തായിരുന്നു ആ ആക്സിഡന്റ് അവിടെ നടന്നിരുന്നത്. എന്നാൽ അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ പേടിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും യൂനിനോട് അന്ന് പറഞ്ഞിരുന്നില്ല. അതിനൊക്കെ ശേഷമാണ് ജിന്നിനെ കാണാതായതും. യൂനിന്റെ നേഴ്സ് ഫ്രണ്ട് ആണെങ്കിലും അവളോട് കരഞ്ഞ സോറി എല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും മറ്റു പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരും ആ വീഡിയോ എല്ലാം കാണുന്നുണ്ട്. അതേസമയം മൊട്ടയും കൊച്ചുപയ്യനും ഒരു വണ്ടി എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അവർക്ക് ഇപ്പോഴും ബോസ് ആണ് സബ്വേ ഗോസ്റ്റ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇവര് രണ്ടുപേരുമായിരിക്കും സബ്വേ ഗോസ്റ്റ് എന്ന് ബോസ് പോലീസുകാരെ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? അങ്ങനെയാണ് ഇവര് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബോസ് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ഹാപ്പിയിലാണ് രണ്ടുപേരും. ഇവര് മൂന്നുപേരും മറ്റൊരു രാജ്യത്തിലേക്ക് രക്ഷപ്പെടാൻ പോവാണ്. എന്നാൽ അതിനു മുന്നേ തന്നെ കൊച്ചുപയ്യന് കുറച്ച് മരുന്നുകളുടെ ആവശ്യമുണ്ട്. അവന് മാനസികമായി കുറച്ച് പ്രശ്നങ്ങളുള്ള കാര്യം നമ്മൾ കണ്ടിരുന്നതല്ലേ? അപ്പോൾ ബോസ് ആണെങ്കിൽ ആ മരുന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നാണ് ഇവര് രണ്ടുപേരും വിചാരിക്കുന്നത്. ബോസിന് ഇവരോട് സ്നേഹം ഉണ്ടെന്നൊക്കെ ഇവര് ചിന്തിക്കുന്നു. എന്നാൽ നമുക്ക് മാത്രമാണ് ബോസ് അവിടെ എന്തിനാണ് പോയത് എന്നറിയാവുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും ആ വണ്ടി വഴി നേരെ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറുന്നു. അവിടെയെല്ലാം ചെക്കിംഗ് ഉണ്ടെങ്കിലും അകത്തോട്ട് പോകുന്ന വണ്ടിക്കൊന്നും ചെക്കിംഗ് ഇല്ലായിരുന്നു. അങ്ങനെ സുഖമായി തന്നെ അവര് രണ്ടുപേരും ആ വണ്ടി വഴി അകത്തേക്ക് കയറി. അപ്പോഴേക്കും അവരുടെ അടുത്ത് ഒരു പെട്ടി ഉരുട്ടിക്കൊണ്ട് ബോസും എത്തുന്നുണ്ട്. ആ പെട്ടിക്കകത്ത് മുഴുവൻ നമ്മുടെ കൊച്ചുപയ്യന്റെ മരുന്നാണ് എന്നാണ് കൊച്ചുപയ്യൻ ചിന്തിക്കുന്നത്. ബോസിന് അവനോട് ഇത്ര സ്നേഹമുണ്ടോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അങ്ങനെ ബോസ് ആ പെട്ടി എടുത്ത് വണ്ടിയുടെ ബാക്കിലേക്കാണ് കയറുന്നത്. ആ പെട്ടിക്കകത്ത് മരുന്നാണോ അതോ മാനസിക പ്രശ്നമുള്ള അയാളുടെ ബോഡിയാണോ എന്നൊന്നും അറിയില്ല. ആ റൂമിൽ എന്തായാലും ആ ബോഡി ഇല്ലായിരുന്നു. ബോസ് ആണെങ്കിൽ ചിലപ്പോൾ ഈ പെട്ടിക്കകത്ത് അയാളുടെ ബോഡി ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. അങ്ങനെ അവര് മൂന്നുപേരും ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ അവിടെ തന്നെ ചെക്ക് ചെയ്യാനായിട്ട് കൊളീഗ്സ് എല്ലാം നിപ്പുണ്ടായിരുന്നു. കൊളീഗ്സ് ആണെങ്കിൽ അവരെ രണ്ടുപേരെയും കാണുന്നുണ്ട്. എന്നാൽ അവരെ പിടിക്കുന്നതിന് മുന്നേ തന്നെ അവരാണെങ്കിൽ ആ വണ്ടി എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ നമ്മുടെ രണ്ട് കൊളീഗ്സും അങ്ങനെയൊന്നും അവരെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവര് രണ്ടുപേരും രണ്ട് വണ്ടിയിലായിട്ട് അവരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഒരു കൊളീഗ് ആണെങ്കിൽ അവന്റെ വണ്ടി എടുത്ത് അവരുടെ വണ്ടിക്ക് ക്രോസ് ആയി കൊണ്ട് നിർത്തുന്നു. ആ സമയത്ത് മൊട്ടയും കൊച്ചുപയ്യനും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. കൊളീഗും അവരെ രക്ഷപ്പെടാനായി അനുവദിക്കുന്നില്ല. കൊളീഗും അവരെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ അവസാനം ഈ രണ്ട് കൊളീഗ്സും അവരെ രണ്ടുപേരെയും പിടിക്കുന്നുണ്ട്. ഇപ്പോഴും ആ വണ്ടിയുടെ പുറകിൽ ബോസ് ഉണ്ടായിരുന്നു എന്ന കാര്യമൊന്നും ഇവർക്കറിയില്ല. അങ്ങനെ കൊളീഗ്സ് ആണെങ്കിൽ മൊട്ടയോടും കൊച്ചുപയ്യനോടും അവര് എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്നൊക്കെ തിരക്കി. അപ്പോഴാണ് ബോസിനെ രക്ഷപ്പെടുത്താനാണ് അവർ വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അവര് പെട്ടെന്ന്
തന്നെ ആ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അവര് ചെന്ന് നോക്കുമ്പോഴേക്കും ആ വണ്ടിയുടെ പുറകിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ പെട്ടിയും കാലിയായിട്ടാണ് കിടക്കുന്നത്. ബോസ് ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. ആ പെട്ടിക്കകത്താണെങ്കിൽ മാനസിക പ്രശ്നമുള്ള അയാളുടെ ബോഡി ആണെങ്കിൽ അതൊരു പക്ഷെ സബ്വേയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ടായിരിക്കും ബോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ബോസ് തന്നെയാണല്ലോ സബ്വേ ഗോസ്റ്റ്, അതായത് ആൾക്കാരെ കൊന്നിട്ട് അവരുടെ ബോഡി സബ്വേയിലേക്ക് കൊണ്ടിരുന്ന സബ്വേ ഗോസ്റ്റ്. എന്നാൽ ബോസ് ആണെങ്കിൽ ഇതുവരെയായിട്ടും തന്റെ മകൾ മരിക്കുന്നത് നോക്കി നിന്ന ആൾക്കാരെ മാത്രമാണ് കൊന്നിരിക്കുന്നത്, അല്ലാത്ത ഒരാളെ പോലും ബോസ് കൊന്നിട്ടില്ല. അങ്ങനെ ബോസ് രക്ഷപ്പെട്ട കാര്യങ്ങളെല്ലാം കൊളീഗ്സ് ആണെങ്കിൽ യൂനിനെ സിയുകിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അമ്മൂമ്മയുടെ മകനാണല്ലോ ബോസ്, അതുകൊണ്ട് തന്നെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാം എന്നൊക്കെ സിയുക്കും യൂവും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും നേരെ അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് അവര് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവര് മാത്രമല്ല ജിന്നും അവരുടെ കൂടെ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ജിന്ന് ഇവിടെ എങ്ങനെയാണ് വന്നത് എന്നുള്ള ഫ്ലാഷ് ബാക്ക് ആണ് പിന്നെ നമ്മളെ കാണിക്കുന്നത്. ബോസിന്റെ മകൾ മരണപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ബോസ് ആണെങ്കിൽ മകൾ മരണപ്പെട്ട വിഷമത്തായിരുന്നു. അവൻ ആത്മഹത്യ വല്ലതും ചെയ്യുവോ എന്ന പേടിയിൽ ഇവരാണെങ്കിൽ ബോസിനെ ഫോളോ ചെയ്യുമായിരുന്നു. അങ്ങനെ ബോസ് ആണെങ്കിൽ തന്റെ മകൾ മരണപ്പെട്ട അതേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു. ബോസിനെ ഫോളോ ചെയ്ത് അവന്റെ അമ്മ കൂടിയുണ്ട്. അങ്ങനെ അവൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് ട്രെയിനിൽ നിന്ന് ജിൻ ഇറങ്ങി വരുന്നത്. ഒരിക്കൽ യുവും ജിന്നും വഴക്കിട്ട് യു ആണെങ്കിൽ ഒരു സ്റ്റേഷനിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു. എന്നാൽ ജിൻ ആണെങ്കിൽ ആ സ്റ്റേഷനിൽ ഇറങ്ങിയിരുന്നില്ല. അവൾ അങ്ങനെ ആ ട്രെയിനിൽ യാത്ര ചെയ്ത് ഈ സ്റ്റേഷനിലേക്കാണ് വന്നിറങ്ങുന്നത്. അങ്ങനെ ജിന്നാണെങ്കിൽ നേരെ വന്ന് ബോസിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. തന്റെ മകൾ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന കാര്യം ബോസിന് അറിയാലോ. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളെയും പിടിച്ച് ഒരു റൂമിലേക്കാണ് കയറുന്നത്. ആ റൂമിലേക്ക് കയറിയ ബോസ് ആണെങ്കിൽ ജിന്നിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ഇതെല്ലാം പുറത്തു നിന്ന് ബോസിന്റെ അമ്മയും കാണുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ജിന്നിനെ കാണാനില്ല എന്നും പറഞ്ഞ് യു ആണെങ്കിൽ അവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. യു ആണെങ്കിൽ ഓടി അമ്മൂമ്മയുടെ അടുത്തും വരുന്നുണ്ട്. അവര് ജിന്നിനെ കണ്ടോ എന്നൊക്കെ യു തിരക്കുന്നു. എന്നാൽ കണ്ടില്ല എന്നാണ് അമ്മൂമ്മയും പറയുന്നത്. അങ്ങനെ യു ആണെങ്കിൽ ജിന്നിനെ അന്വേഷിച്ച് അവിടെയെല്ലാം ഓടി നടക്കുന്നു. അതേസമയം ബോസ് ആണെങ്കിൽ അവളെ ഉപദ്രവിച്ച് അവിടെ കിടത്തിയിരിക്കുന്നു. അവിടെ കണ്ടൊരു ബാഗിലേക്ക് ബോസ് അവളെ കയറ്റുന്നു. എന്നിട്ട് നേരെ ആ ടണലിലേക്കാണ് പോകുന്നത്. ജിന്ന് മരണപ്പെട്ടു എന്നും വിചാരിച്ചാണ് ബോസ് അവളെ ആ ബാഗിലാക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ ടണലിൽ കൂടെ പോകുന്ന സമയത്താണ് ബോസ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അതാണെങ്കിൽ ആ ബാഗിൽ നിന്നാണ് വരുന്നതും. ജിന്നിന്റെ സൗണ്ട് ആണ് ബോസ് കേട്ടത്. ബോസ് ആണെങ്കിൽ ബാഗ് പെട്ടെന്ന് തന്നെ തുറന്നു നോക്കുന്നു. ജിന്നിനാണെങ്കിൽ ജീവനുണ്ടായിരുന്നു. ബോസ് പിന്നെയും അവളെ കൊല്ലാനായി വരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബോസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ജിന്നിന്റെ കഴുത്തിൽ കിടന്ന മാലയും പൊട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ആ ശബ്ദം ഉണ്ടാക്കി വന്നിരുന്നത് ബോസിന്റെ അമ്മ തന്നെയാണ്. ബോസിന്റെ അമ്മ പെട്ടെന്ന് തന്നെ ബാഗിന്റെ അടുത്തേക്ക് വന്ന് ജിന്നിനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ രക്ഷിച്ച ജിന്നിനെ ആണെങ്കിൽ അവര് 2 വർഷമായി അവരുടെ വീട്ടിൽ തന്നെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഈ 2 വർഷമായിട്ടും ബോസ് ആണെങ്കിൽ മൊട്ടയുടെ കൂടെയും കൊച്ചുമയന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ അമ്മ തന്റെ വീട്ടിൽ ജിന്നിനെ താമസിപ്പിച്ചിരുന്നു എന്ന കാര്യമൊന്നും ബോസിന് അറിയില്ല. ബോസ് ആണെങ്കിൽ ജിന്നിന്റെ കഴുത്ത് പിടിച്ചായിരുന്നു ഉപദ്രവിച്ചത്. അതുകൊണ്ടാണ് ബോസ് സബ്വേ ഗോസ്റ്റിന്റെ വേഷത്തിൽ വന്ന് യൂനിന്റെ കഴുത്ത് നോക്കിയത്. ഒരു എപ്പിസോഡിൽ സബ്വേ ഗോസ്റ്റ് ആണെങ്കിൽ യൂനിന്റെ കഴുത്ത് വന്ന് പിടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നില്ലേ. എന്നാൽ കഴുത്ത് പിടിച്ച സബ്വേ ഗോസ്റ്റ് ആണെങ്കിൽ അവളെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോയിരുന്നു. യുവും ജിന്നും ട്വിൻ സിസ്റ്റർ ആണ് എന്ന കാര്യമൊന്നും ബോസിന് അറിയില്ലായിരുന്നു. അന്ന് തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയായിരുന്നു അത് എന്നറിയാൻ വേണ്ടിട്ടായിരുന്നു ബോസ് അന്ന് യൂനിന്റെ അടുത്തേക്ക് പോയിരുന്നത്. അങ്ങനെ ഇത് ആ പെൺകുട്ടിയല്ല എന്ന് മനസ്സിലാക്കിയ സബ്വേ ഗോസ്റ്റ് ആണെങ്കിൽ അവളെ ഒന്നും ചെയ്യാതെയാണ് അവിടെ നിന്ന് പോയത്. ബോസ് ആണെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ. അതൊരു പക്ഷെ ജിന്നിനെ ഉപദ്രവിക്കുന്ന കാര്യമായിരിക്കും എന്ന് മനസ്സിലാക്കിയ അമ്മൂമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജിന്നിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവരാണെങ്കിൽ ഇത്രയും നാളും തന്റെ മരണപ്പെട്ട കൊച്ചുമകളുടെ സ്ഥാനത്താണ് ജിന്നിനെ വളർത്തിയത്. നിനക്ക് ഒന്നും തന്നെ സംഭവിക്കത്തില്ല, നിന്നെ ഞാൻ തന്നെ സംരക്ഷിച്ചോളാം. ഞാൻ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പെട്ടെന്ന് തന്നെ വരാം. ആര് വന്ന് ഡോറ് മുട്ടിയാലും നീ ഡോറ് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞ അമ്മൂമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അമ്മൂമ്മ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് അങ്ങോട്ടേക്ക് സിയുക്കും യുവും എത്തുന്നത്. അവരാണെങ്കിൽ അമ്മൂമ്മയുടെ വീട് തപ്പിയാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യം മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നൊക്കെ സിയുക്ക് പറഞ്ഞ് അവരോട് ഡോറ് തുറക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതുവരെയായിട്ടും അമ്മൂമ്മ പൈസ എടുത്ത് തിരിച്ചു വന്നിട്ടില്ല. ആ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ജിന്ന് മാത്രമാണ് ഉള്ളത്. ജിന്നാണെങ്കിൽ പേടിച്ചിട്ട് അത് തുറക്കുന്നുമില്ല. ആ സമയത്താണ് പുറത്തു നിന്ന് യു ആണെങ്കിൽ ഡോറ് തുറക്കാനൊക്കെ ആവശ്യപ്പെടുന്നത്. പുറത്ത് വന്ന് നിൽക്കുന്നത് തന്റെ ട്വിൻ സിസ്റ്റർ ആണ് എന്നുള്ള കാര്യം ജിന്നിനും മനസ്സിലായി. എന്നാൽ അവളാണെങ്കിൽ കതവ് തുറക്കണോ വേണ്ടായോ എന്ന ചിന്തയിലാണ്. സിയുക്കാണെങ്കിൽ ഒട്ടും മടിച്ചില്ല. പെട്ടെന്ന് തന്നെ ആ കതവാണെങ്കിൽ കുത്തി തുറക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടെ നിന്ന് ജിന്ന് പോയി കഴിഞ്ഞിരുന്നു. ജിന്ന് വേറെ ആരുടെയും കൂടെയല്ല അമ്മൂമ്മയുടെ കൂടെയാണ് പോയിരിക്കുന്നത്. അങ്ങനെ യുവും സിയുക്കും അവിടെയെല്ലാം പരിശോധിക്കുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഒരു റൂമിലിരിക്കുന്നത് യു കാണുന്നത്. അവൾക്കാണെങ്കിൽ അതെല്ലാം കണ്ടിട്ട് എന്തോ ഒരു സംശയം. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു ചീപ്പ് എടുക്കുന്നു. ആ ചീപ്പിൽ മുടി വെച്ച് DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ആ ചീപ്പ് എടുക്കുന്നത്.
എന്തായാലും അമ്മുമ്മ കിട്ടിയില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് അവർക്ക് ബോസിനെ കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലാ പോലീസുകാരും കൂടെ ബോസിനെ കണ്ടുപിടിക്കാനുള്ള പ്ലാൻ എല്ലാം വിടുന്നു. അതന്വേഷിച്ചിട്ട് എല്ലാ പോലീസുകാരും വേഷം മാറിയിട്ടാണ് സബ്വേയിൽ നടക്കുന്നത്. അവരാണെങ്കിൽ സബ്വേയിലും മുക്കുമൂലം അന്വേഷിക്കുന്നുണ്ട്. മാനസിക പ്രശ്നമുള്ള അയാളുടെ ബോഡി എന്തായാലും ബോസ് സബ്വേയിൽ തന്നെ കൊണ്ടിടും. അങ്ങനെ ബോസ് ആ ബോഡി കൊണ്ടിടുന്നതിന് മുന്നേ തന്നെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പോലീസുകാരും വേഷം മാറി അവിടെയെല്ലാം നടക്കുന്നത്. അവരാണെങ്കിൽ എല്ലായിടത്തും ബോസിനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു ട്രെയിൻ വന്നതും സിയുക്കും യുവും നേരെ ആ ട്രെയിനിലേക്കാണ് കയറുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെയെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ആ ബോഗിയിലെല്ലാം അന്വേഷിച്ചു വരുന്ന സമയത്താണ് പിന്നീടുള്ള ബോഗികളെല്ലാം കാലിയാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും സബ്വേ ഗോസ്റ്റ് ആളില്ലാത്ത ബോഗിയിലായിരിക്കും ബോഡി കൊണ്ടിടുന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ എല്ലാ ബോഗിയിലും കയറി ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവർ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ബോഗിയിൽ നിന്ന് അടുത്ത ബോഗിയിലേക്ക് പോകാനുള്ള ഡോർ ലോക്ക് ആയിട്ടാണ് കിടക്കുന്നത്. അവർ നോക്കുമ്പോൾ സബ്വേ ഗോസ്റ്റ് അവിടെ ഉണ്ട്. അതായത് നമ്മുടെ ബോസ് തന്നെ. ബോസ് ആണെങ്കിൽ മാനസിക പ്രശ്നമുള്ള അയാളുടെ ബോഡി അവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ആ ഡോർ ലോക്ക് ആയതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ അപ്പുറത്തെ ബോഗിയിലേക്ക് പോകാനായി സാധിക്കുന്നില്ല. തന്റെ സിസ്റ്റർ ജീവനോടെ ഉണ്ടോ അതോ അവൾ മരിച്ചോ, ഇതെങ്കിലും തന്നോടൊന്ന് പറഞ്ഞൂടെ എന്നൊക്കെ യു ആണെങ്കിൽ സബ്വേ ഗോസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്. നിന്റെ സിസ്റ്റർ ജീവനോടെ ഉണ്ടോ എന്ന് എനിക്കും അറിയണം എന്നൊക്കെ പറഞ്ഞ് സബ്വേ ഗോസ്റ്റ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അവനാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ട്രെയിനിന്റെ ഡോർ തുറന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ സിയോക്കിനും യൂനിനും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. യു ആണെങ്കിൽ പൊട്ടിക്കരയുന്നു. അങ്ങനെ സിയോക്ക് ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എക്സ് ഗേൾഫ്രണ്ടും പാർട്ട്ണറും എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അവര് നാലുപേരും സ്റ്റേഷനിലേക്ക് എത്തി സംസാരിക്കുന്നു. അടുത്തതായി അവരിനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവരെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ആ സമയത്താണ് സിയോക്കിന് ഒരു കോള് വരുന്നത്. അമ്മുമ്മയുടെ വീട്ടിൽ നിന്നെടുത്ത ചീപ്പിന് DNA ടെസ്റ്റിന്റെ റിസൾട്ട് ആണ് വന്നിരിക്കുന്നത്. ആ DNAയും യൂനിന്റെ DNA മാച്ചായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ആ വീട്ടിലുണ്ടായിരുന്നത് ജിന്ന് തന്നെയാണ് എന്നുള്ള കാര്യം അവർക്കും മനസ്സിലായി. തന്റെ സിസ്റ്റർ ആണെങ്കിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ യുവും സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ബോസ് അവളെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ജിന്നിനെ കണ്ടുപിടിക്കണം. അമ്മുമ്മയുടെ കൂടെയാണ് ഇപ്പോൾ ജിന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അമ്മുമ്മയെ കണ്ടുപിടിക്കണം എന്നൊക്കെ അവര് തീരുമാനിക്കുന്നു. അതേസമയം അമ്മുമ്മയെ നോക്കുകയാണെങ്കിൽ അവര് ജിന്നിനെ കൊണ്ടെത്തിയിരിക്കുന്നത് മറ്റൊരു അമ്മുമ്മയുടെ വീട്ടിലേക്കാണ്. ബോസിന്റെ കയ്യിൽ ജിന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മുമ്മയാണെങ്കിൽ അവളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം ബോസിനെ നോക്കുകയാണെങ്കിൽ അവൻ ട്രെയിനിൽ നിന്ന് ചാടുന്നതല്ലേ നമ്മൾ കണ്ടിരുന്നത്. അങ്ങനെ ചാടി അവനാണെങ്കിൽ നേരെ വരുന്നത് അവന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അതായത് അമ്മൂമ്മയും ജിന്നും താമസിച്ചിരുന്ന അതേ വീട്ടിലേക്ക് തന്നെ. അവിടെയാണെങ്കിൽ ജിന്ന് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം അവൻ കാണുന്നുണ്ട്. ജിന്ന് ജീവനോടെ ഉണ്ട്. അവളെ സംരക്ഷിക്കുന്നത് തന്റെ അമ്മയാണ് എന്നുള്ള കാര്യം ബോസും മനസ്സിലാക്കി. അങ്ങനെ ബോസ് ആണെങ്കിൽ ജിന്നും അമ്മൂമ്മയും ഇപ്പോൾ താമസിക്കുന്ന വീടില്ലേ ആ വീട്ടിലേക്ക് വിളിക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്ന അമ്മൂമ്മയാണ് പോയി ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്ത പാടെ അവനോട് അവന്റെ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമെല്ലാം അവര് പറയുന്നു. എന്നാൽ അവൻ ഇങ്ങോട്ട് വന്നാൽ ആപത്താണ് എന്നുള്ള കാര്യം നമ്മുടെ അമ്മൂമ്മയ്ക്ക് അറിയാവല്ലോ. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജിന്നിനെ വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. തന്റെ മകൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. ഒരിക്കലും തന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന കാര്യം മാത്രം അവനോട് പറയരുത് എന്നൊക്കെ അമ്മൂമ്മയാണെങ്കിൽ ഈ അമ്മൂമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ അമ്മൂമ്മയും ജിന്നും നേരെ ഒരു ടാക്സിയിലേക്കാണ് കയറുന്നത്. ആ സമയത്താണ് അമ്മൂമ്മയും ജിന്നിനെ അന്വേഷിച്ചുകൊണ്ട് ഹേസുക്കും യോനും ആ വീട്ടിലേക്ക് വരുന്നത്. ജിന്നാണെങ്കിൽ യോനിനെയും കാണുന്നുണ്ട്. അമ്മൂമ്മയാണെങ്കിൽ ജിന്നിനോട് യോനിന്റെ അടുത്തേക്ക് പോകാനൊക്കെ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത്രയും നാൾ അവളെ ഈ അമ്മൂമ്മയാണ് പൊന്നുപോലെ നോക്കിയത്. അത് മാത്രമല്ല അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവളാണെങ്കിൽ ജിന്നിന് ഒരു ഭാരമായിട്ടാണ്. അവളാണെങ്കിൽ ഓട്ടിസം ബാധിച്ചൊരു പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ യൂനിനാണെങ്കിൽ ജിന്ന് എന്നൊരു ബാധ്യതയായിരിക്കും എന്നൊക്കെയാണ് ജിന്ന് വിശ്വസിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല കാര്യം. യൂനിനാണെങ്കിൽ ജിന്നിന് വലിയ കാര്യം തന്നെയാണ്. ജിന്ന് കാണാതെ ഈ ഒരു നിമിഷം വരെയും അവള് ജിന്നിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ജിന്നിന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജിന്നാണെങ്കിൽ യൂനിന്റെ അടുത്തേക്ക് പോകുന്നില്ല. അങ്ങനെ അമ്മൂമ്മയും ജിന്നും നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അതായത് സിയൂക്കിന്റെ അമ്മ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക്. അമ്മൂമ്മയാണെങ്കിൽ അവിടെ ചെന്ന് ആരെയോ കണ്ട് സംസാരിക്കുന്നുണ്ട്. ആരെയാണ് കണ്ട് സംസാരിക്കുന്നതെന്ന് കാണിക്കുന്നില്ല. അടുത്തുള്ള ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാനാണ് അമ്മൂമ്മ പറയുന്നത്. എന്നാൽ ഇതെല്ലാം ആണെങ്കിൽ സിയൂക്കിന്റെ അമ്മ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മൂമ്മ പുറത്തിറങ്ങിയ പാടെ സിയൂക്കിന്റെ അമ്മയാണെങ്കിൽ അവരെ പിടിച്ചു നിർത്താനെല്ലാം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർക്കാണെങ്കിൽ അധിക നേരം ഇവിടെ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ സിയൂക്കിന്റെ അമ്മ അവരെ അങ്ങനെ ഒന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവരുടെ പുറകിന് തന്നെ സിയൂക്കിന്റെ അമ്മ പോകുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അമ്മൂമ്മയാണെങ്കിൽ സിയൂക്കിന്റെ അമ്മയെ പിടിച്ചൊന്ന് തെള്ളുന്നുണ്ട്. എന്നാൽ സിയൂക്കിന്റെ അമ്മയാണെങ്കിൽ തെറിച്ചുപോയി അവരുടെ തലയിടിക്കുന്നുണ്ട്. സിയൂക്കിന്റെ അമ്മയുടെ ബോധവും പോയി. ഇത് കണ്ട അമ്മൂമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചെന്നറിഞ്ഞ സിയൂക്ക് പെട്ടെന്ന് തന്നെ അമ്മയെ കാണാനായി അങ്ങോട്ടേക്ക് എത്തുന്നു. അമ്മൂമ്മയുടെ പുറകിന് ഓടിയ സമയത്താണ് സിയൂക്കിന്റെ അമ്മയ്ക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് ഡോക്ടർ അവനോട് പറയുന്നു. അങ്ങനെ അമ്മൂമ്മയാണെങ്കിൽ ഇവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം അവനും മനസ്സിലാക്കി. എന്നാലും അവര് ഇവിടെ എന്തിനാണ് വന്നത് എന്ന് മാത്രം അറിയില്ല. അങ്ങനെ സിയൂക്ക് ആണെങ്കിൽ അവന്റെ അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവന്റെ അമ്മയ്ക്ക് ബോധവും വരുന്നു. ഇത്രയും നാളും സിയൂക്കിന്റെ അമ്മയ്ക്ക് ബോധം
ബോധമില്ലായിരുന്നല്ലോ. സിയൂക്ക് തന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്നാണ് അവര് ഇത്രയും നാളും വിചാരിച്ചിരുന്നത്. തലയിലുണ്ടായ മുറിവ് കൊണ്ടായിരിക്കാം അവർക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് സിയൂക്കിന്റെ അമ്മ സിയൂക്കിനെ മകൻ എന്ന രീതിയിൽ കണ്ട് സംസാരിക്കുന്നത്. തന്റെ അമ്മയുടെ ഓർമ്മകളെല്ലാം വന്നതുകൊണ്ട് തന്നെ അവനും സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ സിയൂക്കിന്റെ അമ്മ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ അമ്മുമ്മ ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം സിയൂക്കിന്റെ അമ്മ പറയുന്നു. അതായത് ആ ഹോട്ടലിലേക്കാണ് അമ്മുമ്മ പോയിരിക്കുന്നത് എന്നാണ് സിയൂക്കിന്റെ അമ്മ പറയുന്നത്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ സിയൂക്ക് ആണെങ്കിൽ യൂനിനെ വിളിച്ച് നേരെ ആ ഹോട്ടലിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്നാൽ അവർക്കാണെങ്കിൽ അവർ ഏത് റൂമിലാണ് എന്നുള്ള കാര്യം മാത്രം അറിയില്ല. പെട്ടെന്ന് തന്നെ യു ആണെങ്കിൽ അവിടെയുള്ള റൂമുകളെല്ലാം പരിശോധിക്കുന്നു. അങ്ങനെ യു ആണെങ്കിൽ ഒരു റൂം വന്ന് മുട്ടിയതും അത് തുറന്നത് അമ്മുമ്മയാണ്. എന്നാൽ അവര് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ആ മുറിയിൽ ജിന്നുണ്ടെന്നും വിചാരിച്ച യു ആണെങ്കിൽ ആ മുറിയെല്ലാം പരിശോധിക്കുന്നു. എന്നാൽ ആ മുറിയിൽ ജിന്നില്ലായിരുന്നു. യു ആണെങ്കിൽ ആ മുറിയിൽ നിന്നിറങ്ങി പെട്ടെന്ന് തന്നെ അമ്മുമ്മയെ ഫോളോ ചെയ്തു പോകുന്നു. അവരാണെങ്കിൽ നേരെ പോകുന്നത് ആ ഹോട്ടലിന്റെ തന്നെ റൂഫ് ടോപ്പിലേക്കാണ്. യുവും അവരെ ഫോളോ ചെയ്ത് ആ റൂഫ് ടോപ്പിലേക്ക് എത്തി. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, എന്റെ സിസ്റ്റർ എവിടെയാന്ന് മാത്രം പറഞ്ഞാൽ മതി, അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് യു ആണെങ്കിൽ അവിടെ നിന്ന് കരയുന്നു. നീ നിന്റെ സിസ്റ്ററിനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം ആ സബ്വേ ഗോസ്റ്റിനെ അറസ്റ്റ് ചെയ്യണം. ഇത്രയും നാള് ജിന്നെ ജീവനോടെ ഇരുന്നത് തന്നെ ഞാൻ അവളെ സംരക്ഷിച്ചത് കൊണ്ടാണ്. അവൾ ഇപ്പോൾ നിന്റെ കൂടെ ആയിരുന്നെങ്കിൽ അവൾ എപ്പോഴേ മരണപ്പെട്ടേനെ. ജിന്ന് എവിടെയാണ് എന്നുള്ള കാര്യമെല്ലാം ഞാൻ പറഞ്ഞു തരാം. എന്നാൽ അതിനു മുന്നേ തന്നെ നീ എന്റെ മകനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ അവര് പറയുന്നു. അങ്ങനെ അമ്മൂമ്മയാണെങ്കിൽ ജിന്ന് ഇപ്പോൾ എവിടെയാണെന്ന് പറയാൻ വരുന്ന സമയത്താണ് അവര് പെട്ടെന്ന് തന്നെ പേടിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അങ്ങോട്ടേക്ക് സബ്വേ ഗോസ്റ്റ് എത്തിയിരുന്നു. അതായത് ബോസ് തന്നെ. ബോസിനെ കണ്ടാണ് അമ്മൂമ്മയും പേടിക്കുന്നത്. ബോസ് വന്നിട്ട് യൂനിനെ ഭീഷണിപ്പെടുത്തുന്നു. നിന്റെ സിസ്റ്ററിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ച സമയത്ത് അവളാണെങ്കിൽ നിന്റെ പേര് പറഞ്ഞാണ് കരഞ്ഞത്. നിനക്ക് ഞാൻ ഇപ്പോൾ ഒരു അവസരം തരാം. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്നെ കൊല്ലാം. ഇപ്പോൾ നീ എന്നെ കൊന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ സിസ്റ്റർ എവിടെയാണെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഞാൻ അവളെ കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ടും അവളെ ഞാൻ കൊല്ലും. എന്നാൽ ഞാൻ ജിന്നിനെ കൊല്ലുന്നതിന് മുന്നേ തന്നെ നിനക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്ന കാര്യം അവളോടും പറയും. നിനക്ക് ഞാൻ ഇങ്ങനെ ഒരു ചാൻസ് തന്നിട്ട് നീ എന്നെ കൊന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ജിന്നിനെ വന്ന് കൊന്നത് എന്നുള്ള കാര്യം ഞാൻ ജിന്നിനോട് പറയും. അത് കേട്ട് അവളാണെങ്കിൽ ഒരിക്കലും നിന്റെ പേര് പറഞ്ഞ് പിന്നീട് കരയില്ല. അപ്പോൾ ഞാനിത് നിനക്ക് അവസാനമായി തരുന്ന ഒരു ചാൻസ് ആണ്. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്നെ കൊല്ലാം എന്നൊക്കെ ബോസ് പറയുന്നു. യു ആണെങ്കിൽ അവളുടെ കയ്യിലിരിക്കുന്ന തോക്ക് എടുക്കുന്നു. 1-2 തവണ അവൾ ഷൂട്ട് ചെയ്തെങ്കിലും അതിൽ നിന്ന് ബുള്ളറ്റ് ഒന്നും വരുന്നില്ല. അവൾക്കാണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്യാനുള്ള ധൈര്യവും ഇല്ല. അങ്ങനെ യു എന്ത് ചെയ്തെന്നോ, അവളുടെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു. ആ വിലങ്ങാണെങ്കിൽ ബോസിനെ ഇടിപ്പിക്കാനായി അവൾ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ബോസിന്റെ കയ്യിൽ അവന്റെ കയറുണ്ടായിരുന്നു. ആ കയറ് വെച്ച് ബോസ് ആണെങ്കിൽ യൂനിന്റെ കഴുത്തും മുറുക്കുന്നുണ്ട്. അങ്ങനെ യു അവിടെ കിടന്ന് പിടയ്ക്കുന്നു. പെട്ടെന്ന് തന്നെ അമ്മൂമ്മ ഓടിയെത്തി അവനെ പിടിച്ചു മാറ്റി. അങ്ങനെ ബോസ് ആണെങ്കിൽ അമ്മൂമ്മയുടെ നേരെയാണ് ചെല്ലുന്നത്. ജിൻ എവിടെയാണ് എന്നും ചോദിച്ചുകൊണ്ടാണ് ബോസ് അമ്മൂമ്മയുടെ നേരെ ചെല്ലുന്നത്. അവനാണെങ്കിൽ അവന്റെ കയ്യിലിരുന്ന ഒരു കത്തിയും എടുത്ത് അവന്റെ അമ്മയെ പേടിപ്പിക്കുന്നുണ്ട്. തന്റെ മകനാണെങ്കിൽ അവന്റെ മകൾ മരണപ്പെട്ട വിഷമത്തിലാണ് ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയത് എന്നാണ് അവർ ഇത്രയും നാളും വിശ്വസിച്ചിരുന്നത്. എന്നാൽ തന്റെ മകൻ ഇപ്പോൾ വെറും ഒരു മൃഗമായി മാറിയിരിക്കുകയാണ്. ആരെ വേണമെങ്കിലും കൊല്ലാൻ ഒരു മടിയില്ലാത്ത ഒരു മൃഗമായി അവൻ മാറിയിരിക്കുകയാണ്. ഇനിയും അവനെ ന്യായീകരിക്കാൻ തനിക്കാവില്ല. ഇതിന് പോംവഴി താൻ മരിക്കുന്നതാണ് എന്നും പറഞ്ഞ അമ്മൂമ്മയാണെങ്കിൽ അവിടെ കയറിയിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആരോ വരുന്നെന്ന് മനസ്സിലാക്കിയ ബോസ് ആണെങ്കിൽ യൂനിന്റെ ബോഡിയും വലിച്ച് അവിടെ നിന്ന് മാറി ഒളിച്ചിരിക്കുന്നു. വന്നിരിക്കുന്നത് സിയൂക്കാണ്. സിയൂക്ക് നോക്കുമ്പോൾ അമ്മൂമ്മയാണെങ്കിൽ താഴെ ചാടാൻ വേണ്ടിട്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നതാണ് കാണുന്നത്. അവനാണെങ്കിൽ ആ അമ്മൂമ്മയുടെ മനസ്സ് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവര് അതൊന്നും കേൾക്കുന്നില്ല. ഒളിച്ചിരിക്കുന്ന തന്റെ മകനെ നോക്കിക്കൊണ്ട് തന്നെ അവരാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുന്നു. ഇത് കണ്ട സബ്വേ ഗോസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അമ്മയെന്നും വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇതാണെങ്കിൽ സിയൂക്കും കാണുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ബോസ് ഒളിച്ചിരുന്ന കാര്യം അവനും മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ അവനും ബോസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. യൂനിനാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആ കഴുത്തിനിട്ട് മുറുക്കിയ സമയത്ത് അവളുടെ ബോധം മാത്രം ഒന്ന് പോയതായിരുന്നു. അവളും ഇപ്പോൾ ഓക്കെയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ബോസിനെ ഫോളോ ചെയ്ത് നേരെ എത്തുന്നത് അമ്മൂമ്മ വീണ് കിടക്കുന്ന സ്ഥലത്തേക്കാണ്. അവനാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് തന്നെ ജിന്നു അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. ജിന്നു ആ അമ്മൂമ്മയുടെ ബോഡിയുടെ അടുത്ത് വന്നിരുന്ന് കരയുന്നു. അപ്പോഴാണ് ജിന്നു ആരുടെ കയ്യിലായിരുന്നു എന്നുള്ള കാര്യം നമ്മളെ കാണിക്കുന്നത്. അമ്മൂമ്മ ഹോസ്പിറ്റലിൽ വന്ന് സംസാരിച്ചത് യൂനിന്റെ ഫ്രണ്ടിനോടാണ്. അതായത് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സ് ഫ്രണ്ടിനോട്. നേഴ്സ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് തന്നെയാണ് ഈ ഹോട്ടലിലേക്ക് വരണമെന്ന് അമ്മൂമ്മ ആവശ്യപ്പെട്ടത്. പോലീസുകാർ സബ്വേ ഗോസ്റ്റിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ജിന്നിനെ സംരക്ഷിക്കണം എന്നും പറഞ്ഞിട്ടാണ് അമ്മൂമ്മ ജിന്നിനെ അവളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് അമ്മൂമ്മ മുകളിൽ നിന്ന് താഴെ വീഴുന്ന കാര്യമെല്ലാം ജിന്ന് കണ്ടത്. അങ്ങനെയാണ് ജിന്ന് അമ്മൂമ്മയുടെ അടുത്ത് ഓടി വന്നിരുന്ന് കരയുന്നത്. ഞാൻ നിങ്ങളുടെ കൊച്ചുമകളായിക്കോളാം, ഒന്ന് കണ്ണു തുറക്ക എന്നൊക്കെ പറഞ്ഞ് ജിന്നാണെങ്കിൽ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. ഇതെല്ലാം അടുത്തു നിന്ന് ബോസും കാണുന്നുണ്ടായിരുന്നു. തന്റെ മകൾ മരണപ്പെട്ടത് ജിന്നിന്റെ കൈ കൊണ്ടല്ലേ, അവളെ കൊല്ലണം എന്ന് തന്നെയാണ് അവന് തോന്നുന്നത്. എന്നാൽ അമ്മൂമ്മയോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് അവനാണെങ്കിൽ
അവനാണെങ്കിൽ അവളെ കൊല്ലാനും തോന്നുന്നില്ല. എന്നാലും അവന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി അവനാണെങ്കിൽ ജിന്നിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അമ്മൂമ്മ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് കരയുകയാണ്. ഇതെല്ലാം ആണെങ്കിൽ സിയുക്കും യുവും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സിയുക്ക് ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ സബ്വേ ഗോസ്റ്റിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ശബ്ദം എല്ലാം കേട്ട ജിന്നാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ജിന്നിന്റെ പുറകിന് തന്നെ യൂനു ഓടുന്നുണ്ട്. യു ആണെങ്കിൽ എത്ര വിളിച്ചിട്ടും ജിന്ന് നിൽക്കുന്നില്ല. അങ്ങനെ പിന്നെയും ജിന്ന് യൂനിന്റെ കയ്യിൽ നിന്ന് മിസ്സായി. അവൾക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. പിന്നീട് നമ്മൾ അടുത്ത ദിവസമാണ് കാണുന്നത്. പോലീസുകാരാണെങ്കിൽ ഇപ്പോൾ സബ്വേ ഗോസ്റ്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ ന്യൂസ് ആണ് ഇപ്പോൾ അവിടെയെല്ലാം. സിയുക്കും അവന്റെ ടീമും അല്ലേ സബ്വേ ഗോസ്റ്റിനെ പിടിച്ചത്. അതുകൊണ്ട് തന്നെ സിയുക്കാണെങ്കിൽ പ്രസ് മീറ്റ് എല്ലാം വിളിക്കുന്നു. സബ്വേ ഗോസ്റ്റിനെ പിടിച്ചെങ്കിലും ഇപ്പോഴും അവർക്കൊന്നും സന്തോഷമില്ല. കാര്യം അവർക്ക് ഇപ്പോഴും ജിന്നിനെ കണ്ടുകിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാരും അപ്സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പോലീസുകാർ മാത്രമല്ല ചീഫും അപ്സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ തന്നെ സബ്വേ ഗോസ്റ്റിനെ പിടിച്ചെങ്കിലും സബ്വേ ഗോസ്റ്റിന്റെ ആദ്യത്തെ വിക്ടിമായ ജിന്ന് ഇപ്പോഴും മിസ്സിംഗ് അല്ലേ. അതിന്റെ വിഷമത്തിലാണ് ചീഫും. അങ്ങനെ ചീഫും പ്രസ് മീറ്റ് എല്ലാം വിളിക്കുന്നു. അവരോടെല്ലാമായി താൻ ഒഫീഷ്യലി രാജിവെക്കുവാണ് എന്നുള്ള കാര്യം ചീഫും പറയുന്നു. സബ്വേ ഗോസ്റ്റിനെ പിടിച്ചെങ്കിലും ജിന്നിനെ കണ്ടുകിട്ടാത്തത് കൊണ്ടാണ് ചീഫ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ പോലീസുകാരും ജിന്നിനെ തപ്പിയിറങ്ങുന്നു. അതായത് നമ്മുടെ സബ്വേ പോലീസും എക്സ് ഗേൾഫ്രണ്ടിന്റെ ടീമുമാണ് ജിന്നിനെ അന്വേഷിച്ചിറങ്ങുന്നത്. അങ്ങനെ അവരെല്ലാം പല വഴി കൂടെയും ജിന്നിനെ അന്വേഷിക്കുന്നുണ്ട്. സിയുക്കാണെങ്കിൽ ജിന്ന് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ പോസ്റ്റർ എല്ലാം ഒട്ടിക്കുന്നുണ്ട്. ആ സമയത്താണ് അവൻ ജിന്നിനെ കാണുന്നത്. എന്നാൽ ജിന്നാണെങ്കിൽ അവനെ കണ്ടപാട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ജിന്നിനാണെങ്കിൽ യൂനിന്റെ അടുത്ത് തിരിച്ചു പോവാൻ പേടിയാണ് എന്ന കാര്യം സിയുവിന് മനസ്സിലായി. എന്നാൽ ജിന്നാണെങ്കിൽ ഇപ്പോഴും യൂനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും ജിന്ന് അവൾക്കൊരു ഭാരമല്ല എന്ന കാര്യങ്ങളെല്ലാം സിയുക്കാണെങ്കിൽ ജിന്നിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ജിന്നിനാണെങ്കിൽ അതെല്ലാം മനസ്സിലായോ എന്നറിയില്ല. അവളാണെങ്കിൽ അവിടെ നിന്ന് നടക്കുന്നുണ്ട്. ജിന്നിന്റെ പുറകിൽ തന്നെ സിയുക്കും ഉണ്ട്. അങ്ങനെ ജിന്ന് നടന്ന് നേരെ എത്തുന്നത് അവരുടെ വീട്ടിലേക്ക് തന്നെയാണ്. അതായത് ജിന്നിന്റെയും യൂനിന്റെയും വീട്ടിലേക്ക്. ജിന്ന് നോക്കുമ്പോൾ യു ആണെങ്കിൽ തറയിൽ കിടക്കുന്നതാണ് കാണുന്നത്. പിന്നീട് അടുത്ത ദിവസം കണ്ണു തുറക്കുന്ന യൂനിനെയാണ് കാണിക്കുന്നത്. യു കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്റെ സിസ്റ്റർ അടുത്ത് കിടക്കുന്നതാണ് അവൾ കാണുന്നത്. ആ സമയത്ത് തന്നെ ജിന്നും കണ്ണു തുറക്കുന്നുണ്ട്. അവര് രണ്ടുപേരും ആകെപ്പാട് ഇമോഷണൽ ആവുന്നു. താൻ ജിന്നിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും അവളെ മിസ് ചെയ്ത കാര്യങ്ങളെല്ലാം യു പറയുന്നു. ജിന്നും യൂനിനെ മിസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം അവളോടും പറയുന്നു. അങ്ങനെ സിയുക്കും യുവും കൊളീഗ്സും ജിന്നും എല്ലാരും കൂടെ ഒരു ഔട്ടിങ്ങിനായി വന്നിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാമെന്നും പറഞ്ഞ സിയുക്ക് അവരെല്ലാം മറ്റൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് അവൻ അവരെ കൊണ്ടുപോകുന്നത്. അവിടെയും അവരെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിയുക്കാണെങ്കിൽ യൂനിന് ഒരു ബോക്സ് നൽകുന്നു. ആ ബോക്സിനകത്ത് ഒരു മാലയായിരുന്നു. ആ മാലയിൽ ജിന്നിന്റെ പേരും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ സിയൂക്കിന്റെ യൂനിന്റെ നമ്പർ കൂടെ ആ മാലയിലുണ്ട്. അത് ജിന്നിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിയൂക്ക് ഇരിക്കുന്നത്. ജിൻ എപ്പോഴെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ അവൾക്ക് ഈ നമ്പർ നോക്കി അവരെ രണ്ടുപേരും കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് സിയൂക്ക് അങ്ങനെ ഒരു മാല ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും നേരെ ചെല്ലുന്നത് സ്റ്റേഷനിലേക്കാണ്. അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും റെസ്റ്റ് ചെയ്യാനായി പോകുന്നു. അങ്ങനെ അവരവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് സിയൂക്ക് അന്ന് യൂനിനെ പ്രപ്പോസ് ചെയ്തില്ലായിരുന്നോ, അതിനൊരു മറുപടി സിയൂക്ക് യൂനിനോട് തിരക്കുന്നത്. ഇത് കേട്ടപാടെ യു ആണെങ്കിൽ അവനോട് യെസ്സും പറയുന്നുണ്ട്. ഇത് കേട്ട് സിയൂക്ക് ആകെപ്പാടെ എക്സൈറ്റഡ് ആവുന്നു. അവർക്ക് രണ്ടുപേർക്കും നാണം വരുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും കൈ പരസ്പരം പിടിച്ചാണ് അന്ന് അവിടെ കിടന്നുറങ്ങുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ എണീക്കുന്നത് യു ആണ്. സിയൂക്ക് എണ്ണീറ്റ് വന്ന പാടെ യു ആണെങ്കിൽ നമുക്ക് റൗണ്ട്സിന് പോവാ എന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും കൈയെല്ലാം പിടിച്ച് ഹാപ്പി ആയി തന്നെ റൗണ്ട്സിന് പോകുന്നു. അങ്ങനെ റൗണ്ട്സിനെല്ലാം ശേഷം അവര് നേരെ ചെല്ലുന്നത് യൂനിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. ജിന്നാണെങ്കിൽ ഇപ്പോൾ യൂനിന്റെ നേഴ്സ് ഫ്രണ്ടിന്റെ കൂടെയാണ് ഉള്ളത്. അങ്ങനെ വീട്ടിലാണെങ്കിൽ ഇവര് രണ്ടുപേരും മാത്രമാണ് ഉള്ളത്. രണ്ടുപേരും ഒരു ഡേറ്റിനൊക്കെ പോവാനായിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ അവര് രണ്ടുപേരും ആ പ്ലാൻ എല്ലാം മാറ്റി അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് അവസാനം അവര് രണ്ടുപേരും കിസ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ കൊളീഗാണെങ്കിൽ ഓഫീസിലേക്ക് ഓടിയെത്തുന്നു. നമ്മുടെ 3 പോക്കറ്റ് അടിക്കാരില്ലായിരുന്നോ, ബോസും മൊട്ടയും കൊച്ചുപയ്യനും. അവരെ പോലെ തന്നെയുള്ള മറ്റൊരു പോക്കറ്റ് അടിക്കാരനെ താൻ കണ്ടു എന്നും പറഞ്ഞിട്ടാണ് കൊളീഗ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരിക്കുന്നത്. അങ്ങനെ എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് അവരെല്ലാം തയ്യാറെടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ പോക്കറ്റ് അടിക്കാരനെയാണ്. അവനാണെങ്കിൽ ഒരു ബോഗിയിലേക്ക് എത്തുന്നു. അവൻ നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നു. ഈ ഉറങ്ങിക്കിടക്കുന്നവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടോ? ഇവരെല്ലാം ആരാണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവും. അങ്ങനെ ഈ പോക്കറ്റ് അടിക്കാരൻ അവിടെ ആണെങ്കിൽ ഒരാൾ കിടപ്പുണ്ടായിരുന്നു. അയാളുടെ സൈഡിലേക്ക് പോയിരിക്കുന്നു. എന്നിട്ട് അയാളുടെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് അയാളുടെ പേഴ്സ് ഓടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തി പെട്ടെന്ന് തന്നെ എണ്ണീക്കുന്നു. അത് വേറെ ആരുമല്ല സിയൂക്കാണ്. സിയൂക്ക് മാത്രമല്ല നമ്മുടെ യൂനും അവിടെ ഉണ്ട്. എന്നാൽ
എന്നാൽ അവര് രണ്ടുപേരും മാത്രമല്ല എക്സ് ഗേൾ ഫ്രണ്ടും പാർട്ട്ണർ കൂടി അവിടെ ഉണ്ട്. അവരാണെങ്കിൽ മറ്റൊരു കേസിന്റെ ആവശ്യത്തിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ സബ്വേ പോലീസ് ആണെങ്കിൽ പോക്കറ്റ് അടിക്കാരനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇയാളുടെ പേരും പറഞ്ഞ് അവര് 4 പേരും അവിടെ കിടന്ന് അടികൂടുന്നുണ്ട്. എന്നാൽ യു ആണെങ്കിൽ അവൾ എപ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ചെയ്യുന്നു. അതായത് അവളുടെ കയ്യിലുള്ള വിലങ്ങാണെങ്കിൽ അയാളെ ഇടിയിപ്പിക്കുന്നു. ആരാണോ വിലങ്ങിടുന്നത് അവർക്ക് അയാളെ കൊണ്ടുപോവാം എന്നൊരു നിയമം അവിടെയുണ്ട്. അതുകൊണ്ടാണ് യു എപ്പോഴും ഒരു വിലങ്ങുമായി നടക്കുന്നത്. എന്നാൽ എക്സ് ഗേൾ ഫ്രണ്ടും പാർട്ട്ണറും അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആകപ്പാട് 4 പേരും അവിടെ കിടന്ന് വഴക്ക് കൂടുന്നു. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഡ്രാമ ക്യാച്ച് ദി ഗോസ്റ്റ് അവസാനിക്കുന്നത്. ഒരു ഹാപ്പി എൻഡിംഗ് ആയിട്ടാണ് നമ്മുടെ ഈ ഡ്രാമ അവസാനിച്ചിരിക്കുന്നത്. ഇതേപോലുള്ള ഡ്രാമകൾ കാണാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു ഡ്രാമയായി പെട്ടെന്ന് തന്നെ വരാം. ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.